Alhamdulillah Rabbil Alamin. Wassalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in, amma ba'd. In uridu illa al-islah mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. വേദിയിലിരിക്കുന്ന ആദരണീയരായ താജുദ്ദീൻ സാഹിബ്, സദറുദ്ദീൻ സാഹിബ്, സ്നേഹം നിറഞ്ഞ യുവാക്കളെ, സുഹൃത്തുക്കളെ, ഏതാണ്ട് 10-14 ദിവസമായി സൗദി സന്ദർശനം ആരംഭിച്ചിട്ട് ദമാമിൽ നിന്ന് തുടങ്ങി റിയാദിലെത്തി ഏതാനും ദിവസങ്ങൾക്കകം നാടണയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ യാത്രയിൽ ആദ്യമായി ഒരു പൊതുപരിപാടിയെ അഭിമുഖീകരിക്കുന്നത്. പൊതുപരിപാടിക്ക് വന്നതല്ലാത്തത് കൊണ്ടാണ് പൊതുപരിപാടിയെ അഭിമുഖീകരിക്കാതെ ചില പ്രത്യേകമായ ദൗത്യം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അവസാനത്തേതും ആദ്യത്തേതുമായ ഈ പൊതുപരിപാടി യുവാക്കളുമായി സംവദിക്കുന്നതാണ് എന്നത് സന്തോഷകരമാണ്, ആവേശകരമാണ്. ദീർഘകാലം ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് യുവാക്കളുമായി സംവദിക്കാൻ കിട്ടിയ സന്ദർഭത്തെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അതിലുള്ള സന്തോഷം കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സമകാലിക സാഹചര്യത്തിൽ യുവത്വം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം. യുവത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് ഒരു പ്രഭാഷണം നടത്തേണ്ടതില്ല. ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ, അതുപോലെ തന്നെ രാജ്യത്തും ലോകത്തും ഏതൊരു വിപ്ലവവും പരിവർത്തനവും ആഗ്രഹിക്കുന്ന ഏതൊരു സംഘത്തിൻ്റെയും നേട്ടൽ എന്ന് പറയുന്നത് യുവത്വമാണ്. ചരിത്രത്തിൽ നടന്ന വിപ്ലവങ്ങൾക്ക് പിന്നിൽ വലിയ സംഭാവനകൾ അർപ്പിച്ചത് യുവാക്കളാണ്. സമകാലിക ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനത്തിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നത് വലിയ വലിയ ജനവിഭാഗം യുവാക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് നടന്ന നിരവധി മാറ്റങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്കിടയിൽ പങ്കുവെക്കാനാവുന്നതാണ്. ആ അർത്ഥത്തിൽ നാം ആ യുവത്വത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. നമ്മുടെ യുവത്വത്തെ നാം എവിടെയാണ് അടയാളപ്പെടുത്തിയത് എന്ന മൗലികമായ ചോദ്യം സ്വന്തത്തോട് ഉയർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മതങ്ങളും വേദങ്ങളും തത്വശാസ്ത്രങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നതും കുതിക്കുന്നതും യുവാക്കളെ തന്നെയാണ്. വേദഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലും പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ലോകത്തോട് നൽകിയ മുന്നറിയിപ്പ് നിന്റെ യുവത്വം വളരെ മർമ്മപ്രധാനമാണ് എന്നും ആ യുവത്വത്തെക്കുറിച്ച് നീ ദൈവത്തിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും എന്നുമാണ്. അഥവാ എല്ലാ തലങ്ങളിലും, എല്ലാ ഗ്രന്ഥങ്ങളിലും, എല്ലാ തത്വശാസ്ത്രങ്ങളിലും, എല്ലാ സംഘടനകളിലും ഏതൊരു രാജ്യത്തും വളരെയേറെ ഫോക്കസ് ചെയ്യപ്പെടുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് യുവാക്കൾ എന്നർത്ഥം. ചൈനയിൽ നടന്ന, ഇറാനിൽ നടന്ന, ഇപ്പോൾ ടുണീഷ്യയിലും അതുപോലെ തന്നെ ഈജിപ്തിലുമൊക്കെ നടന്ന വലിയ മുല്ലപ്പൂ വിപ്ലവങ്ങളുടെ വരെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് യുവാക്കളാണ്. നീണ്ട പതിറ്റാണ്ട് കാലം, നമുക്കറിയാം 5-6 പതിറ്റാണ്ട് കാലമായി ലോകത്തിന്റെ നെഞ്ചത്ത് ലോക സാമ്രാജ്യത്വ ശക്തികൾ അധിവസിപ്പിച്ച സയനിസ്റ്റ് ഭീകരതയോട് നെഞ്ചുവിടർത്തി പടപൊരുതിയത്, സായുധമായ സേനയോട് കരിങ്കൽ ചീടുകൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫലസ്തീനിന്റെ തെരുവിൽ കുഞ്ഞു മക്കളാണ്, അഥവാ കൊച്ചു കുട്ടികളാണ്, പുതിയ തലമുറയാണ്. ആ അർത്ഥത്തിൽ ലോകത്തിന്റെ മാറ്റത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് യുവാക്കൾ എന്ന് നമുക്കറിയാം. ഇത് ലോകത്തിനറിയാം, ഇത് ലോകത്തെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലോകം ടാർഗറ്റ് ചെയ്യാറുള്ളതും യുവാക്കളെ തന്നെയാണ്. ആധുനിക അധിനിവേശ ശക്തികളിൽ നിന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് യുവജന സമൂഹത്തെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രതികരണ ശേഷിയുള്ള, അതുപോലെ തന്നെ ആദർശബോധമുള്ള, ഐഡിയോളജിയുള്ള,
ലോകത്ത് മാറ്റത്തിന് വേണ്ടി യത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവജന വിഭാഗത്തെ എങ്ങനെ ശാക്തീകരിക്കാമെന്ന് ആലോചിക്കുന്ന, ആസൂത്രിതമായി കരുക്കൾ നീക്കുന്ന ഒരു ലോക ഘടനക്കകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ത്യയിലും കേരളത്തിലും ലോകത്തിന്റെ വിവിധ കോണുകളിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫിലിമുകൾ നിങ്ങൾ പരിശോധിച്ചാൽ, വിനോദ പരിപാടികൾ നാം പരിശോധിച്ചാൽ, കൃത്യമായ അജണ്ടയോടുകൂടി ആദർശബോധമുള്ള, പ്രതികരണശേഷിയുള്ള, രക്തത്തിന്റെ തിളപ്പുള്ള, രക്തത്തിന്റെ ചൂടും ചുണയുമുള്ള യുവാക്കളെ സുഖഭോഗങ്ങളിലേക്ക് തള്ളിവിടുന്നതിനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആർത്തിയും ആസക്തിയുമാണല്ലോ ആധുനികതയുടെ പര്യായം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതിച്ഛായ എന്ന് നമുക്കറിയാം. ആർത്തിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെയാണ് ലോകം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആസക്തിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെയാണ് ലോകത്ത് ഇന്ന് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ തലങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ മതത്തെയും ദർശനങ്ങളെയും തത്വശാസ്ത്രങ്ങളെയും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്ന മഹത്തരമായ ഒരു ജീവിയെ, അവനിലുള്ള മനുഷ്യത്വത്തിന്റെ അവശേഷിക്കുന്ന അംശത്തെയും പറിച്ചറിഞ്ഞുകൊണ്ട് മൃഗത്തിനും അതിനേക്കാളും അട്ടപ്പതിച്ച തരത്തിലേക്ക് ഇന്ന് ആധുനിക കൈപിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണണം. അതാണ് ഡൽഹിയിൽ നിന്ന് നാം വായിക്കുന്നത്, അതാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നാം വായിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ അംശം നശിച്ചുപോയ മനുഷ്യനിൽ അവശേഷിക്കുന്ന കിരാതമായ പ്രകൃതത്തിന്റെ പ്രകടനമാണ് നാം അമേരിക്കയിലെ നൈസറി സ്കൂളിലെ പിഞ്ചുമാരന്മാർക്ക് നേരെ വെടിയുതിർത്ത ചെറുപ്പക്കാരിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഡൽഹിയിൽ നിന്ന് വായിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് നാം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നതിനുള്ള കാരണം, ഞാനും ഒരു യുവാവാൻ, നിങ്ങളും ഒരു യുവാവാൻ, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന ആത്മപരിശോധനക്ക് ഇത് നിമിത്തമാകട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ യുവത്വത്തെ സമൂഹത്തിൽ എവിടെയാണ് അടയാളപ്പെടുത്തിയത്? നിങ്ങളും സുഖഭോഗ തൃഷ്ണയിൽ അടിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളും ജീവിതത്തിന്റെ സുഖാസ്വാദനങ്ങൾ തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങളും ജീവിതത്തിൽ ദിശ മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങളും ജീവിതത്തിൽ തുഴതെറ്റിയ, താളം തെറ്റിയ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണോ എന്ന് സ്വന്തത്തോട് ആലോചിക്കുവാനും അന്വേഷിക്കുവാനും ഈ സന്ദർഭം നമുക്ക് ഉപകാരപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. മണ്ണും വിണ്ണും അതുപോലെ തന്നെ പെണ്ണും വരെ പിച്ചു ചീന്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആധുനികതയുടെ ആർത്തിയിലും ആസക്തിയിലും അധിഷ്ഠിതമായ സംസ്കാരമാണ് എന്ന് നാം മനസ്സിലാക്കണം. കാടും മേടും കടലും മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നടവഴി പോലും നമുക്ക് പണയപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ ആർത്തിയിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു സംസ്കാരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് യുവാക്കൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെയാണ് ചരിത്രത്തിൽ ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ പ്രവാചകന്മാരും നവോത്ഥാന നായകന്മാരും ലോകത്തോട് ആവശ്യപ്പെട്ട, അതുപോലെ തന്നെ സമൂഹത്തോട് ആവശ്യപ്പെട്ട സവിശേഷമായ ദൗത്യ നിർവഹണത്തിന് നാം സന്നദ്ധമാകേണ്ടിയിരിക്കുന്നത്. അവിടെയാണ് യൂത്ത് ഇന്ത്യ പ്രസക്തമാകുന്നത്. അവിടെയാണ് ഇതുപോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ പ്രസക്തമാകുന്നത്. ലോകത്തിന്റെ ആധുനികതയുടെ അതുപോലെ തന്നെ സുഖഭോഗത്തിൽ അധിഷ്ഠിതമായ ഒരു സംസ്കൃതിയുടെ മലവെള്ളപ്പാച്ചിലിടക്ക് അതിനെതിരെ നീന്താൻ കഴിയുന്ന, അതുപോലെ തന്നെ മറ്റൊരു വഴി വെട്ടിത്തെളിയിക്കാൻ കഴിയുന്ന, ഒരു പുതിയ വഴിത്താര സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അതിശക്തമായ പരിശ്രമം ഇന്ന് നമ്മിൽ നിന്ന് ലോകം താല്പര്യപ്പെടുന്നു. വേദഗ്രന്ഥത്തിന്റെ വക്താക്കളിൽ നിന്ന് ലോകം താല്പര്യപ്പെടുന്നു. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിശേഷിപ്പിച്ച ഒരു പരാമർശം ഒരുപക്ഷെ നമ്മളെല്ലാവരും പലപ്പോഴും പാരായണം ചെയ്യുന്നവരോ അല്ലെങ്കിൽ കേൾക്കുന്നവരോ ആണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ രാജ്യത്തെ ജനവിഭാഗത്തിന് വേണ്ടിയാണ്, ലോകം നശിക്കുമ്പോൾ നോക്കുകുത്തിയാവാനല്ല. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഒരുപാട് തിന്മകൾ തിറഞ്ഞാടുമ്പോൾ അതിനു മുമ്പിൽ കാഴ്ചക്കാരനാവാനല്ല, മറിച്ച് നാം വ്യത്യസ്ത ഐഡിയോളജിയുടെ അല്ലെങ്കിൽ നാം മുറുകെ പിടിച്ച ഐഡിയോളജിയുടെ ബലത്തിൽ നിന്നുകൊണ്ട് അവയോട് മുഖാമുഖം നിന്ന് പോരാടുവാൻ ഏതൊരു വിശ്വാസിയും ഏതൊരു സമൂഹവും ബാധ്യസ്ഥമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്ലാമിക ദർശനത്തിന്റെ അടിത്തറകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി സ്വാർത്ഥനാകുവാൻ അവനെ ഇസ്ലാം അനുവദിക്കുന്നില്ല. എനിക്ക് സ്വാർത്ഥനാവുക സാധ്യമല്ല, എന്നിലേക്ക് ചുരുങ്ങുവാൻ സാധ്യമല്ല, എൻ്റെ കുടുംബത്തിലേക്ക് ചുരുങ്ങുവാൻ സാധ്യമല്ല. അതുപോലെ തന്നെ എൻ്റെ ജീവിതോപാധികളുമായി ബന്ധപ്പെട്ട് മാത്രമായിട്ട് എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല. ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് എനിക്ക് എന്നോട് ബാധ്യതയുണ്ട്. എൻ്റെ
എൻ്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തോട് ബാധ്യതയുണ്ട്, എനിക്ക് എൻ്റെ സമൂഹത്തോട് ബാധ്യതയുണ്ട്, എനിക്ക് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് ബാധ്യതയുണ്ട്. എൻ്റെ ചുറ്റും എൻ്റെ ജീവിതത്തിന് അനുസൃതമായി ദൈവം തമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്ന ആവാസ വ്യവസ്ഥയോട് എനിക്ക് ബാധ്യതയുണ്ട്. സർവോപരി ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജഗതയന്താവിനോട് എനിക്ക് ബാധ്യതയുണ്ട്. ദൈവത്തോടുള്ള ബാധ്യത നിർവഹിക്കുന്ന, സ്വന്തത്തോടുള്ള ബാധ്യത നിർവഹിക്കുന്ന, മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കുന്ന, കുടുംബത്തോടുള്ള ബാധ്യത നിർവഹിക്കുന്ന, അയൽക്കാരോടും അവരിൽ നിന്ന് വികസിക്കുന്ന സമൂഹത്തോടുമുള്ള ബാധ്യത നിർവഹിക്കുന്ന, ചുറ്റുപാടുകളോടുള്ള ബാധ്യത നിർവഹിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരനായ ഒരു വ്യക്തി മാറണമെന്ന വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ കാഴ്ചപ്പാടിനോട് നീതി പുലർത്തുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? നമ്മൾ ആത്മപരിശോധന നടത്തണം. ചിലർ ജീവിക്കുന്നത് അവന് വേണ്ടി മാത്രമാണ്. ചിലർ ജീവിക്കുന്നത് ഒരുപക്ഷെ അവന് വേണ്ടി ജീവിക്കുകയും ദൈവത്തിന്റെ ചില പൂജകളും ആരാധനകളും അനുഷ്ഠാനങ്ങളും മാത്രം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. മാതാപിതാക്കളോട് ബാധ്യത പുലർത്താത്തവൻ, അതുപോലെ തന്നെ കുടുംബത്തോട് ബാധ്യത പുലർത്താത്തവൻ, സമൂഹത്തോട് ബാധ്യത പുലർത്താത്തവൻ, ചുറ്റുപാടുകളോട് ബാധ്യത പുലർത്താത്തവൻ. നമുക്കറിയാമല്ലോ എന്താണ് ഒരു വിശ്വാസിക്ക് ചുറ്റുപാടുകളോടുള്ള ബാധ്യത, എന്തിനാണ് ആവാസ വ്യവസ്ഥയോട് ഒരു വേദഗ്രന്ഥത്തിന്റെയും ഐഡിയോളജിയുടെയും പിൻബലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മഹാനായ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൂച്ചയെ കെട്ടിയിട്ട കഥ നമുക്ക് കഥ മാത്രമല്ലല്ലോ, ഒരു കൊച്ചു ജീവിയോട് പാലിക്കേണ്ടുന്ന മര്യാദയെ കുറിച്ചല്ലേ ആ കഥയിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചത്. പൂച്ചയെ കെട്ടിയിട്ടവൾ നരകത്തിലാണ്. അതുപോലെ തന്നെ വിശന്ന് പറഞ്ഞ പട്ടിക്ക് വെള്ളം കൊടുത്ത ദുശ്ചെയ്തികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ സ്വർഗത്തിലാണ്. ഇവിടെ പട്ടിയെയും പൂച്ചയെയും എന്തിനാണ് ഒരു മഹാനായ പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ്, അതുപോലെ തന്നെ അവസാനത്തെ പ്രവാചകൻ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ പട്ടിയിലൂടെയും പൂച്ചയിലൂടെയും നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളോട് പോലും നമുക്ക് നിർവഹിക്കുവാനുള്ള ബാധ്യതകളുടെ ആഴവും അളവും പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ബോധമുള്ള, അങ്ങനെ ഉത്തരവാദിത്വ ബോധമുള്ള, അങ്ങനെ ചുറ്റുപാടുകളോടുള്ള ബാധ്യത നിർവഹിക്കുന്ന ഒരു പൗരനായി മാറുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ അവരവരിലേക്ക് ചുരുങ്ങുകയാണ്. അതിന്റെ പിന്നിലും അജണ്ടയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അധിനിവേശത്തിന്റെ ആദ്യത്തെ മുന നീളാറുള്ളത് പലപ്പോഴും യുവാക്കൾക്ക് നേരെയാണ്. ലോകത്തെ കീഴടക്കാൻ വരുന്നവർ, അതുപോലെ തന്നെ സാമ്രാജ്യത്വത്തിന്റെ, അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികൾ, ഇവരെല്ലാവരും പലപ്പോഴും കൈവക്കാറുള്ളത് ആയുധത്തിലല്ല. ആയുധമെടുക്കുന്നതിന് മുമ്പ് പഴയകാലം ആയുധമെടുക്കുന്ന കാലമാണ്, പട്ടാളത്തെ നിയോഗിക്കുന്ന കാലമാണ്, സൈന്യത്തെ പറഞ്ഞയക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് പട്ടാളമില്ലാതെ, സൈന്യമില്ലാതെ, ആളില്ലാതെ, ആരവമില്ലാതെ രാജ്യങ്ങളെ കീഴടക്കുവാനുള്ള കരുത്ത് ഇന്ന് നമ്മുടെ ലോക സാമ്രാജ്യത്വ ശക്തി നേടിയെടുത്തിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഒരിക്കൽ മരണപ്പെട്ട വിജയൻ മാഷ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു, പഴയകാലത്തെ മുതലാളിത്തം നിങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നത് പട്ടാളക്കാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു, എന്നിട്ട് നിങ്ങളെ കീഴടക്കുകയായിരുന്നു, എന്നിട്ട് നിങ്ങളെ കോളനികളാക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആധുനിക കാലഘട്ടത്തിന്റെ മുതലാളിത്തം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടാൽ ഒരു കുട്ടിയുടെ കയ്യിലുള്ള ഒരു കളിക്കോപ്പ് ഒരാൾക്ക് വാങ്ങിയെടുക്കണമെങ്കിൽ കണ്ണുരുട്ടാം. കണ്ണുരുട്ടുന്നത് പഴയ മുതലാളിത്തമാണ്. ബ്രിട്ടീഷുകാരുടെ, പോർച്ചുഗീസുകാരുടെ, ഡച്ചുകാരുടെ പഴയ കാലഘട്ടത്തിലെ അധിനിവേശത്തിന്റെ ആയുധമാണ് കണ്ണുരുട്ടുന്ന ആയുധം. പക്ഷേ പുതിയ കുട്ടിയിൽ നിന്ന് യഥാർത്ഥത്തിൽ അവന്റെ കളിക്കോപ്പ് വാങ്ങിയെടുക്കുവാൻ കണ്ണുരുട്ടുകയല്ല, ഇക്കിളിപ്പെടുത്തുകയാണ്. ഇക്കിളിപ്പെടുത്തുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് കളിക്കോപ്പ് തട്ടിയെടുക്കുന്ന സ്വഭാവത്തിൽ രാഷ്ട്രങ്ങളുടെ കയ്യിൽ നിന്ന് അവരുടെ പരമാധികാരത്തെ, അവരുടെ സുഖാസ്വാദനത്തിന്റെ വഴിയിലേക്ക് തള്ളിവിട്ട് തട്ടിയെടുക്കുന്ന അധിനിവേശത്തിന്റെ പുതിയ നാൾ വഴികളിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നമ്മളും ആ ഇക്കിളിയുടെ ആസ്വാദനത്തിലാണ്, നമ്മളും അതിന്റെ സുഖസുഷുപ്തിയിലാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്നത് നമ്മൾ അറിയേണ്ടതില്ല. പലപ്പോഴും രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച്, സാമൂഹ്യ ബാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, ഞാനുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ജോലിയുണ്ട്, അതിനപ്പുറത്തേക്ക് ഞാൻ എന്തിന് ചിന്തിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സുരക്ഷിതരാണ്. ഏത് കാലഘട്ടം വരെ, ഏത് അളവ് വരെ നമ്മൾ സുരക്ഷിതരാണ്. സുരക്ഷിതത്വത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും അതിർവരമ്പുകൾ നിർണ്ണയിക്കുവാൻ ആരാണ് നമുക്ക് അധികാരം തന്നത്? അരക്ഷിതാവസ്ഥയുടെയും സുരക്ഷിതാവസ്ഥയുടെയും അതിർവരമ്പുകൾ നേരിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. എല്ലാവരും കൂട്ടായ്മയോടുകൂടി തളരുന്നവനെ താങ്ങിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹ്യ ജീവിത പ്രക്രിയയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ബാധ്യതകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ഇത്തരത്തിലുള്ള മനുഷ്യനിലെ സാമൂഹ്യ ബോധത്തെ അറുത്തുമാറ്റി മനുഷ്യനെ അവനിലേക്ക് ചുരുക്കുക എന്നതാണ് ആധുനിക മുതലാളിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വഴി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, നമുക്കറിയാമല്ലോ
നമ്മുടെ യൗവനം വളരുന്നത് എങ്ങനെയാണ്? പഴയ കാലത്തും മദ്യമുണ്ട്, പുതിയ കാലത്ത് മദ്യത്തിന് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾക്ക് ഇതുപോലുള്ള ആസ്വാദനത്തിന്റെ വഴികൾക്ക് ആഴം വർദ്ധിച്ചിരിക്കുന്നു, അലങ്കാരവും വർദ്ധിച്ചിരിക്കുന്നു. മുമ്പ് അലങ്കാരമില്ല, ഇപ്പോൾ അലങ്കാരമുണ്ട്. മുമ്പ് മദ്യപാനിയെ കാണുന്ന പോലെയല്ല ഇന്ന് മദ്യപാനിയെ കാണുന്നത്. നാലാള് കൂടുന്നിടത്ത് അതൊരു ബോട്ടിൽ പൊട്ടിച്ചിട്ടില്ല എങ്കിൽ അതൊരു കുറച്ചിലായി കാണുന്ന സാഹചര്യം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായി, നമ്മുടെ കുടുംബങ്ങളിലുണ്ടായി, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിലുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടുന്ന ഒരു ജനത അരിയില്ലാത്ത നാട്ടിൽ, നടവഴിയില്ലാത്ത നാട്ടിൽ, കുടിവെള്ളമില്ലാത്ത നാട്ടിൽ, സ്വന്തം കയറിക്കിടക്കാൻ കൂരയില്ലാത്ത നാട്ടിൽ, ഭൂമിയില്ലാത്ത നാട്ടിൽ, നിങ്ങൾക്കറിയാം കുഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത ഇടത്ത് കിട്ടുന്ന വെള്ളം മദ്യമാണ്. എവിടെയാണ് കേരളത്തിൽ മദ്യമില്ലാത്തത്? എവിടെയാണ് നമ്മുടെ രാജ്യത്ത് മദ്യം ഒഴുകാത്തത്? മദ്യക്കടൽ ഒഴുക്കുന്നിടത്ത് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ മത്സരിച്ചുകൊണ്ടാണ് നിലപാടുകൾ രൂപപ്പെടുത്തി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും അതിന് യാതൊരു ഉറപ്പുമില്ല. വളരെ ശക്തമായി ഇന്ത്യയിലെ അല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് സംസ്ഥാന ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ഭാഗമാണ്. അഥവാ മദ്യം വിറ്റിട്ട് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ കേരളത്തിന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം. അത് വളരെ സന്തോഷത്തോടു കൂടി ഗവൺമെന്റ് ആകർഷകമായ പോളിസിയോടുകൂടി 5 നക്ഷത്ര ഹോട്ടലുകൾക്കും 3 സ്റ്റാർ ഹോട്ടലുകൾക്കും ലൈസൻസ് കൊടുത്തുകൊണ്ട് മാന്യമായിട്ട് മദ്യം വിളമ്പി. കഴിഞ്ഞ തവണ കല്യാണപ്പുരയിൽ യഥാർത്ഥത്തിൽ മദ്യം വിളമ്പുവാനുള്ള അവസരം വരെ ഒരുക്കുന്നിടത്ത് നമ്മുടെ മദ്യ പോളിസി വികസിച്ചു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ കണക്ക് കൂട്ടുന്നത് ഖജാനയിലേക്ക് വരുന്ന വരുമാനമാണ്. പക്ഷേ അവർ കണക്ക് കൂട്ടാത്ത, അവർ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്താത്ത ഒരു കണക്കുണ്ട്. അത് കുടുംബത്തിന്റെ ശൈഥില്യമാണ്, കുട്ടികളുടെ അനാഥത്വമാണ്, അവർ അനുഭവിക്കുന്ന വല്ലാത്ത വിഷാദ രോഗമാണ്. എന്താണ് അമേരിക്കയിൽ നടന്ന കൊലപാതകത്തിന്റെ ഒരു കാരണം നിങ്ങൾക്കറിയാമല്ലോ. അച്ഛനില്ലാത്ത മകൻ, ഡൈവോഴ്സ് ചെയ്ത അമ്മ, അതുപോലെ തന്നെ അവനുമായി സംവദിക്കാത്ത ഒരു സമൂഹം, അവൻ അനുഭവിച്ച വിഷാദ രോഗം. നമ്മുടെയും പുതിയ കുട്ടികൾ അങ്ങനെയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ എല്ലാം പല വീടുകളിലും നമ്മുടെ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ ഖജാനയിൽ വരുമാനം, ഇൻകം ഉറപ്പിക്കുന്ന, റവന്യൂ ഉറപ്പിക്കുന്ന സംസ്ഥാന ബിവറേജ് കോർപ്പറേഷനിലൂടെ റേഷനരി ഇല്ലെങ്കിലും റേഷനരി മുടങ്ങാറുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം മുടങ്ങാതെ സംസ്ഥാന ബിവറേജ് കോർപ്പറേഷനിലൂടെ കുടിക്കുന്ന എന്നിട്ട് അത് കുടിച്ചിട്ട് മതിക്കുന്ന നമ്മുടെ തലമുറയുടെ മക്കൾ എങ്ങനെയാണ് സ്കൂളുകളിലേക്ക് വരാറുള്ളത്? അച്ഛനെ പേടിയോടുകൂടി കാണുന്ന മക്കൾ, അതുപോലെ തന്നെ അമ്മയെ പ്രഹരിക്കുന്നത് ഭീതിയോടുകൂടി കാണുന്ന മക്കൾ, അച്ഛനെയും അമ്മയെയും കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന മദ്യപാനി, സ്വന്തം സഹോദരിയെ കയറിപ്പിടിക്കുന്ന സഹോദരന് നഷ്ടപ്പെട്ടത് വിവേകമല്ല, യഥാർത്ഥത്തിലുള്ള സ്വതസിദ്ധമായി ദൈവം കൊടുത്ത ബുദ്ധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കുറ്റകൃത്യങ്ങളുടെ, തിന്മകളുടെ, ഒരുപാട് പാപങ്ങളുടെ, അതുപോലെ തന്നെ ഒരുപാട് ജീർണതകളുടെ ജന്മം നൽകിക്കൊണ്ടിരിക്കുന്ന മദ്യത്തെ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടങ്ങൾ മാറി മാറി വരുന്നവർ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിസ്സാരമാണ്. ഒരു ഭാഗത്ത് സംസ്ഥാന ബിവറേജ് കോർപ്പറേഷനിലൂടെ കിട്ടുന്ന റവന്യൂവും മറുഭാഗത്ത് ഓരോ പാർട്ടികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്ടി ഫണ്ടുകളുമാണ്, അബ്കാരി കോൺട്രാക്ടർമാരുടെ ഫണ്ടുമാണ്. വിഷമദ്യ ദുരന്തത്തിൽ എത്ര മനുഷ്യരാണ് നമ്മുടെ കേരളത്തിൽ പോലും പലപ്പോഴും മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ജനതയെ തകർക്കുവാൻ പറ്റിയ വഴിയാണ്. ഇതിനെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കാണാൻ കഴിയും. നിങ്ങൾ യുവാക്കളാണ്, മദ്യത്തിന് അടിപ്പെടേണ്ടവരല്ല, സുഖാസ്വാദനങ്ങൾക്ക് അടിപ്പെടേണ്ടവരല്ല, ഇതുൾപ്പെടെയുള്ള സാമൂഹ്യ തിന്മകളുടെ ഒരു ലോകത്ത് ഇതിന് വഴിപ്പെടേണ്ടവരല്ല. ഇതിനോട് അരുതെന്ന് പറയുന്ന, അതുപോലെ തന്നെ ഇതിനോട് പ്രതിരോധം തീർക്കുന്ന, ഈ ഷണ്ഡീകരണ പ്രക്രിയയെ ചെറുക്കാൻ കഴിയുന്ന, ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ ഉയരേണ്ടതായിട്ടുണ്ട്. ആഘോഷങ്ങൾ എന്തിനാണ് രാജ്യത്ത് ഇന്ന് നമ്മുടെ ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് കൊഴുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കല്യാണങ്ങൾ കൊഴുക്കുന്നതും മദ്യം കൊണ്ടാണ്, കല്യാണങ്ങൾ കൊഴുപ്പിക്കുന്നതും മദ്യം കൊണ്ടാണ്. അത് മുസ്ലിം വീടുകളിലും ഇന്ന് സർവ്വസാധാരണമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഓരോ വിഷയങ്ങൾ, ഓരോ ഡേ നമുക്ക് മുമ്പിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം കച്ചവടത്തിന്റെ മാർക്കറ്റുകളുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വൻ പണച്ചാക്കുകളാണ് എന്ന് മനസ്സിലാക്കണം. ആരാണ് ഹാപ്പി ന്യൂ ഇയർ ഡേ എന്ന് പറയുന്ന ഒരു ഡേ നമുക്ക് സമ്മാനിച്ചത്? ആ ഡേന്റെ പിന്നിൽ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് എന്ന് ആരാണ് തിരിച്ചറിയാതെ പോയത്? യഥാർത്ഥത്തിൽ ജനുവരി 1 ആകാൻ പോവുകയാണ്. ഒരു പുതുവർഷ പുലരി പോലും പറക്കാൻ പോകും, ഒരു പുതുവർഷ പുലരി കൂടി പറക്കാൻ പോവുകയാണ്. കഴിഞ്ഞ പുതുവർഷ പുലരിയിൽ സംഭവിച്ചതെന്ത് എന്ന് നമുക്കറിയാം. ഒരുപാട് സ്ഥലങ്ങളിൽ, ഗോവയിൽ കൊലപാതകം നടന്നു, കൊച്ചിയിൽ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു, വൈകുന്നേരങ്ങളിൽ ഒരു ദിവസം മാറി മറ്റൊരു ദിവസം മാറുന്നത് കാത്തിരുന്ന, എന്നിട്ട് ലഹരി നുണഞ്ഞ, എന്നിട്ട് ആടിത്തിമർക്കുന്ന ഒരു യുവതക്ക് പോലീസിന്റെ സെക്യൂരിറ്റി കൊടുത്ത സംസ്ഥാന ബിവറേജ് കോർപ്പറേഷൻ
റിസർവേഷന്റെ കവാടം തുറന്നിട്ട് കൊടുത്ത എന്തിനൊരു ജനതയെ ഒരു ഭരണവും അതുപോലെ തന്നെ ഒരു സമൂഹവും കൊല്ലാൻ അല്ലെങ്കിൽ നശിക്കാൻ വിടുന്നു എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. എല്ലാ ആഘോഷങ്ങളും അങ്ങനെ തന്നെയാണ്. ആ അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മലപ്പുറത്തുകാരനാണ്. തിരൂരിനോടും അതുപോലെ തന്നെ പൊന്നാനിക്കാരും പരാജയപ്പെടുന്നത് ചാലക്കുടി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ചാലക്കുടി ഉള്ളത് കൊണ്ട് മാത്രമാണ് തിരൂരും പൊന്നാനിയും പരാജയപ്പെടുന്നത്. 2ാം സ്ഥാനത്ത് തിരൂര്, 3ാം സ്ഥാനത്ത് പൊന്നാനി. ചില ഘട്ടങ്ങളിൽ അവർ റെക്കോർഡ് ഭേദിച്ചിട്ടുണ്ട്. ആരാണ് കുടിക്കുന്നത്? മദ്യം തിന്മയാണെന്ന് പഠിപ്പിച്ച, എന്നിട്ട് പ്രചരിപ്പിച്ച, അത് തിന്മയുടെ മാതാവാണെന്ന് ശക്തമായി മുന്നറിയിപ്പ് കൊടുത്ത മഹാനായ പ്രവാചകന്റെ അനുചരന്മാർ വരെ ഇതിലൊട്ടും പിന്നിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വ അക്ബറുൽ കബായിർ. യഥാർത്ഥത്തിൽ തിന്മകളുടെ മാതാവാണ് മദ്യം. തിന്മകളുടെ മാതാവാണ് മദ്യം. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ജന്മം നൽകുന്നത് മദ്യമാണ്. നിങ്ങൾ ഡൽഹിയിൽ നിന്ന് കേട്ടോ, അതുപോലെ തന്നെ എറണാകുളത്തിൽ നിന്ന് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടതിനേക്കാൾ കൂടുതൽ കേൾക്കാത്തതാണ്. ഒരുപക്ഷെ പിതാവിനെ ഭീതിയോടുകൂടി കാണുന്ന മക്കളും സഹോദരനെ ഭീതിയോടുകൂടി കാണുന്ന സഹോദരിമാരും എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, മനുഷ്യത്വത്തിന്റെ അകക്കണ്ണ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു കളഞ്ഞ ലഹരിക്ക് ഒരു ജനത അടിപ്പെട്ടതിന്റെ അനിവാര്യമായ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു ഭാഗത്ത് വ്യക്തിയെ തകർക്കുന്ന രീതിയാണ്, മറുഭാഗത്ത് നമ്മുടെ ജനജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം നമ്മൾ കാഴ്ചക്കാരനാകണോ? അതല്ല, ഇതിനോടെല്ലാം നമ്മൾ സംവദിക്കണോ? സമൂഹം ഉണർന്നാൽ, ജനതയുണർന്നാൽ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോഗ്യകരമോ അനാരോഗ്യകരമോ എന്ന് പറയുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ഡൽഹിയിൽ ഇന്നലെ വന്നുകൂടിയ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഭരണകൂടത്തെ ജാഗരൂകമാക്കാൻ ബാധ്യസ്ഥമായ ഒരു ജനക്കൂട്ടമാണ്. അതുപോലെ തന്നെ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ അതിശക്തമായ മാറ്റത്തിന് നിമിത്തമായി വർത്തിച്ചത് ജനങ്ങൾ തെരുവിലിറങ്ങിയതാണ്. അതുകൊണ്ട് നമുക്ക് കുടുംബത്തിലേക്കുള്ള കണ്ണുപോരാ, നമ്മുടെ കുട്ടികൾ വളരുന്ന തെരുവിലേക്കും കണ്ടുവേണം, അവർ വളരുന്ന സൊസൈറ്റിയിലേക്കും കണ്ടുവേണം. മഹാനായ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, തെരുവ് നന്നായാലേ ഒരു ജനത നന്നാവൂ, തെരുവ് മോശമായാൽ ഒരു ജനതയാണ് മോശമാവുക. അതുകൊണ്ട് എൻ്റെ വീട് ഭദ്രമാണ് എന്ന സമാശ്വാസത്തോടുകൂടി ഗൾഫിൽ നിന്ന് കിട്ടുന്ന റിയാലും അയച്ചു കൊടുത്ത് സുഖസുഷുപ്തിയിലാണ്ട് ജീവിക്കാമെന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഏതോ കുറച്ചാളുകൾ, അവർക്ക് ചില പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ആവാം, അവർക്ക് പ്രകടനങ്ങളാവാം. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം ഒരു വിഭാഗത്തിന്റെ മാറ്റിവെച്ചിട്ട് മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. എൻ്റെ കുട്ടിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ജനതക്കും ഞാൻ പ്രതിനിധീകരിക്കുന്ന ഐഡിയോളജിക്കും അനുസരിച്ച് എൻ്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുസൃതമായ ഒരു സാമൂഹ്യ ചുറ്റുപാട് രൂപപ്പെടുത്തിയെടുക്കുക എന്നത് എൻ്റെ വേദഗ്രന്ഥം എന്നോട് ആവശ്യപ്പെടുന്ന, എൻ്റെ അടിയന്തര പ്രാധാന്യമുള്ള പരിഗണന അറിയിക്കുന്ന ദൗത്യമാണ് എന്ന് തിരിച്ചറിയുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് സമയം വൈകിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജനജീവിതം ദുസ്സഹമാണ്. 40 കോടി ഇന്ത്യ അല്ലെ, 40 കോടി കൊണ്ടാണ് ഇന്ത്യ ആരംഭിച്ചത്, സ്വതന്ത്ര ഇന്ത്യ ആരംഭിച്ചത് 40 കോടി ജനങ്ങളുമായിട്ടാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ വളരുന്നു. ആര് പറഞ്ഞു? നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നാട്ടിലായാലും മറുനാട്ടിലായാലും ഇടത്തോ വലത്തോ നിന്ന് സംസാരിക്കുവാൻ ഞാൻ ആളല്ല. ഇടത്തും വലത്തും നിന്നിട്ടല്ല, ഞാൻ നീതിപൂർവ്വം കാര്യങ്ങളെ സമീപിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 40 കോടി മനുഷ്യരെ വെച്ചിട്ടല്ലേ സ്വതന്ത്ര ഇന്ത്യ ആരംഭിച്ചത്. എന്നിട്ട് നമ്മൾ പറയുന്നു ഇന്ത്യ വളരുന്നു. ഇന്ത്യ വളരുമ്പോൾ ഇപ്പോഴും 40 കോടി ജനത, നമ്മൾ അറിയേണ്ടതുണ്ട്, രാജ്യത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരമില്ലാതെ, ഭക്ഷണമില്ലാതെ, കയറിക്കിടക്കാൻ കൂരയില്ലാതെ 40 കോടി ജനവിഭാഗം തെരുവിൽ അന്തി ഉറങ്ങുന്ന ആ ജനതയെയും കൊണ്ടാണ് ഇന്ത്യ വളരുന്നു എന്ന് പലപ്പോഴും നമുക്ക് അഭിമാനിക്കേണ്ടതായിട്ട് വരുന്നത്. ആ ജനതയിലേക്കാണ് വിലക്കയറ്റത്തിന്റെ പ്രളയവും പ്രവാഹവും ഇന്ന് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിന്റെ വില വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ നിർത്തുന്നത്? പെട്രോളിന്റെ വില വർദ്ധിച്ചാൽ അരിയുടെ വില വർദ്ധിക്കും എന്നതുകൊണ്ടാണ് സാധാരണക്കാരൻ നിർത്തുന്നത്. ആ പെട്രോൾ അടിച്ചിട്ട് വേണം രാജ്യത്ത് ട്രാൻസ്പോർട്ടിംഗ് നടത്താൻ. ബസ്സിന്റെ വില വർദ്ധിക്കുമെന്ന് പേടിച്ചിട്ടാണ് സാധാരണക്കാരൻ നിർത്തുന്നത്. അങ്ങനെ സാധാരണക്കാരന്റെ ജനജീവിതത്തെ, അല്പം കുടുസായ ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുന്ന പരിഷ്കരണങ്ങൾ നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. എന്തുകൊണ്ടുണ്ടാകുന്നു? എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടത്തിന് നീതിപൂർവ്വം ജനതയോട് വർത്തിക്കാൻ കഴിയുന്നില്ല? നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പെട്രോളിന്റെ വില വർദ്ധിക്കുന്നു ഓരോ ഘട്ടത്തിലും എന്ന് പറയുമ്പോൾ പെട്രോളിന്റെ വില നിർണ്ണയിക്കുവാനുള്ള അധികാരം പെട്രോളിയം കമ്പനികൾക്ക് സ്വതന്ത്രമായി നമ്മുടെ ഭരണകൂടങ്ങൾ വകവെച്ചിടത്ത് നിന്നാണ് അത് ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുവാനുള്ള അധികാരം ഗവൺമെന്റ് കമ്പനികൾക്ക് വഴിമാറി കൊടുത്തോ? അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അതിന്റെ കാരണമാണ് പലപ്പോഴും കറപ്ഷനിലേക്ക് കണ്ണയക്കുവാൻ നാം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് കറപ്ഷൻ കണ്ടെത്തേണ്ടി വരുന്നത്. അവിടെയാണ് നമുക്ക് തിഹാർ ജയിലിൽ വിശ്രമ ജീവിതം നയിക്കുന്ന മന്ത്രിമാരെ പലപ്പോഴും കാണേണ്ടതായി വരുന്നത് എന്നും കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നടന്നു
വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ഇനി ഡീസലിന്റെ വില വർധനവിന്റെ അധികാരം കൂടി ഭരണകൂടം കമ്പനികൾക്ക് കൊടുക്കാൻ പോവുകയാണ്. പാചകവാതകത്തിന്റെ സബ്സിഡി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരെയാണ് ബാധിക്കുക? ഈ രാജ്യത്തെ സാധാരണക്കാരെയാണ് ബാധിക്കുക. നമ്മുടെ രാജ്യത്ത് നികുതി ഇളവ് കൊടുക്കാറുണ്ട്. ആർക്കാ നികുതി ഇളവ് കൊടുക്കാറുള്ളത്? ഞാൻ പറഞ്ഞ 40 കോടിക്കല്ല നികുതി ഇളവ് കൊടുക്കാറുള്ളത്. ഈ രാജ്യത്ത് ഉണ്ണാനില്ലാത്ത, ഉടുക്കാനില്ലാത്ത, കേറിക്കിടക്കാൻ കൂരയില്ലാത്ത, അതുപോലെ തന്നെ ചവിട്ടി നിൽക്കാൻ മണ്ണില്ലാത്ത സാധാരണക്കാരനല്ല നമ്മുടെ രാജ്യത്ത് നികുതി ഇളവ് കൊടുക്കാറുള്ളത്. നികുതി ഇളവ് കൊടുക്കാറുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ടാറ്റയ്ക്കും ബിർളക്കുമാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ വരെ 100 കോടി രൂപയുടെ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് ടാറ്റയ്ക്കും ബിർളക്കുമാണ്. ആ ബിർളയുടെ കണക്ക് നിങ്ങൾ വായിക്കണമെങ്കിൽ 2 വർഷം കൊണ്ട് ബിർള 36 കോടി രൂപ സംഭാവന കൊടുത്തത് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിക്കാണ്. അതുപോലെ തന്നെ 26 കോടി രൂപ ടാറ്റയും ബിർള കഴിഞ്ഞ 26 കോടി രൂപ കഴിഞ്ഞ 2 വർഷം കൊണ്ട് സംഭാവന കൊടുത്തത് ഇന്ത്യയിലെ 2ാമത്തെ രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? അത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നിയമം ആർക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്നു എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. നടവഴിക്ക് ചുങ്കം കൊടുക്കേണ്ട ഗതികേട് എന്തുകൊണ്ടാണ് നമുക്കുണ്ടായത്? നമ്മളാരും വഴിക്കെതിരല്ല, റോഡിനെതിരല്ല. ഒരുപക്ഷെ ഞാൻ സോളിഡാരിറ്റിയുടെ 2 തവണയുള്ള പ്രസിഡന്റ് ആയതിന്റെ പേരിൽ നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ചോദ്യമുണ്ടാകാം, നിങ്ങൾ എന്തുകൊണ്ടാണ് വഴി എതിർക്കുന്നത്? കാരണം മരുഭൂമിയിലൂടെയുള്ള പരന്നു കിടക്കുന്ന 12 വരി പാതയുടെ തടസ്സമില്ലാതെ 120-ലും 125-ലും ഓടിക്കതച്ചതിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഒരടി മുന്നോട്ട് പോകാൻ കഴിയാതെ ട്രാഫിക് ജാമിൽ കടന്ന് വീർപ്പുമുട്ടുന്ന ഘട്ടത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്തുകൊണ്ടാണ് വഴിമുടക്കുന്നത് എന്ന ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു വന്നേക്കാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം എന്തുകൊണ്ടാണ് അത് എന്ന്. നാഷണൽ ഹൈവേ ആരുടേതാണ്? എന്റേതും നിങ്ങളുടേതുമാണ്. NH-47 എന്റെയും നിങ്ങളുടേതുമാണ്. അത് പൊതുസ്വത്താണ്. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട് പെരുവഴിയിലായി എന്ന്. ഇതിനർത്ഥം എന്താണ്? ഒരു വഴിയുമില്ലാത്തവൻ എത്തിപ്പെടുന്നതാണ് പെരുവഴി എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് വഴിയാധാരമായി എന്ന്. ഒരാധാരവും ഒരു ഭൂമിക്കും ഇല്ലാത്തവനാണ് വഴിയാധാരമാകുന്നത്. അഥവാ അവൻ്റെതാണ് പിന്നീട് റോഡ്. ഒന്നുമില്ലാത്തവന് പെരുവഴിയിലായി. അതുപോലെ തന്നെ വഴിയാധാരമായി അഥവാ റോഡ് പൊതുസ്വത്താണെന്ന പൊതുവികാരത്തിൽ നിന്ന് പലപ്പോഴും രൂപപ്പെട്ടു വന്ന ആപ്തവാക്യങ്ങളാണിവ. എന്നിട്ട് ഇപ്പോഴോ ആ 45 മീറ്ററും 30 മീറ്ററും ഒക്കെ നമ്മുടെ സ്വന്തമായുള്ള ഹൈവേ എന്ന് പറയുന്നത് വമ്പിച്ച കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതി കൊടുത്ത് അതിന്റെ പുറമെ 15 മീറ്ററോളം സാധാരണക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് കൊടുത്ത് എന്നിട്ട് അവർക്ക് പ്രത്യേകമായ ഗ്രാന്റ് കൊടുത്ത് വലിയ കൊള്ള, 1 കിലോമീറ്ററിന് വലിയ സംഖ്യ നമ്മുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച ആ ഒരർത്ഥത്തിൽ നാട്ടിലൂടെ നടക്കാൻ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നടവഴിക്ക് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തിയ കാലം വിസ്മരിച്ച നടവഴിയിലൂടെ നടക്കാൻ ചുങ്കം കൊടുക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം എത്തിപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ബാധിക്കുന്നത് സാധാരണക്കാരനെയാണ്. ഈ രാജ്യത്തെ സമ്പന്നരെയല്ല. അതേസമയം സാധാരണക്കാരനെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ അധിനിവേശ ശക്തികൾക്ക് രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള പദ്ധതികളാണ്. നമുക്കറിയാമല്ലോ, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനുള്ള അതുപോലെ തന്നെ കുത്തകൾക്ക് വൻ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുവാനുള്ള അനുവാദം നമ്മുടെ ഗവൺമെന്റ് കൊടുത്തു. വൻ ബഹളത്തിന് ശേഷം, വലിയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ചില്ലറ വ്യാപാര മേഖലകളിലേക്കുള്ള വൻ കുത്തകകൾക്ക് കടന്നു വരുവാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. അതിന്റെ ഇരകൾ നാളെ ഇന്ത്യ കാണാൻ പോകുന്നേയുള്ളൂ. ലക്ഷക്കണക്കിന് കർഷകർ നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗത്തുണ്ടായ പരിഷ്കരണത്തിന്റെയും അന്തകവിത്ത് വിതരണത്തിന്റെയും ഭാഗമായി ലക്ഷക്കണക്കിന് കർഷകർ വിദർഭയിൽ ഉൾപ്പെടെ കർഷക ആത്മഹത്യ നടന്ന സംഭവം നമ്മുടെയൊക്കെ മുമ്പിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ചില്ലറ വ്യാപാര മേഖലയിലുള്ളവന്റെ നെഞ്ചത്തേക്ക് ഇടുത്തി വീഴ്ത്തിക്കൊണ്ട് ചില്ലറ വ്യാപാര മേഖലകളിലേക്ക് വാൾമാർട്ട് പോലെയുള്ള വൻ കുത്തകകൾക്ക് കടന്നു വരുവാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. അതിന്റെ കഥ നിങ്ങൾ കേട്ടില്ലേ? വാൾമാർട്ട് അവരുടെ ഔദ്യോഗികമായ കണക്കനുസരിച്ച് പറയുന്നു, ഞങ്ങൾ ഏതാണ്ട് 1000-1500 കോടി രൂപ ഞങ്ങൾക്ക് വാൾമാർട്ടിന് ഇന്ത്യയിലേക്ക് ഗേറ്റ് പാസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കൈമടക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. പിന്നീട് വന്ന വിവരം ഏതാണ്ട് 15 കമ്പനികൾ അങ്ങനെ കൊടുത്തു എന്നതാണ്. അപ്പോൾ നിയമങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത് പിന്നാമ്പുറത്ത് കൂടെ പണം കൊടുത്തിട്ടാണ്. 1500 കോടി രൂപ അല്ലെങ്കിൽ 150 കോടി രൂപ 15 കമ്പനികൾ അങ്ങനെ കൊടുത്തോ. അങ്ങനെ ഇപ്പുറത്ത് കോടി കൊടുത്താൽ അപ്പുറത്ത് നിയമം ഉണ്ടാകുന്നു. ഇപ്പുറത്ത് കോടി കൊടുത്താൽ പാർലമെന്റിനകത്ത് ചോദ്യം ചോദിക്കുന്നു. രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ, ഈ രാജ്യത്തെ കട്ടപ്പെട്ട് വോട്ട് രേഖപ്പെടുത്തി അധികാരത്തിലെത്തുന്ന നമ്മുടെ MP-മാർ ഈ രാജ്യത്തെ കുത്തകകൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി പണം വാങ്ങുന്ന സാഹചര്യം നമ്മൾ വാർത്തയിൽ വായിച്ചതല്ലേ? ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരൻ അരികവൽക്കരിക്കപ്പെടുകയും സമ്പന്നൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പുച്ഛത്തോടു കൂടിയാണ്, പഴയ ജമ്യ വ്യവസ്ഥയിൽ സംസാരിക്കുന്നത് പോലെയാണ് ജനാധിപത്യ ഇന്ത്യയിൽ പോലും ഭരണാധികാരികൾ സംസാരിക്കുന്നത്.
സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, BPL-ഉം APL-ഉം രാജ്യത്ത് എല്ലാവർക്കും റേഷൻ കിട്ടിയിരുന്നോ? അപ്പോൾ റേഷൻ നിർത്തലാക്കണം. ഇത് ആഗോള സാമ്രാജ്യത്വ IMF ഉൾപ്പെടെയുള്ള ലോകബാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനത്തിൽ നിന്ന് നാം വായ്പ എടുക്കുമ്പോൾ നമുക്കുള്ള നിർദ്ദേശമാണ് സബ്സിഡി നിങ്ങൾ വെട്ടിച്ചുരുക്കണം, അതുപോലെ തന്നെ റേഷൻ സമ്പ്രദായം നിർത്തലാക്കണം. ഇത്തരം ക്ഷേമ പദ്ധതികളിൽ നിന്ന് ഭരണകൂടങ്ങൾ പുറകോട്ട് പോകണം. അത് കേട്ടിട്ട് ഓരോ പരിഷ്കരണങ്ങൾ നമ്മൾ വരുത്തി. ആ പരിഷ്കരണത്തിന്റെ ഭാഗമാണ് എല്ലാവർക്കും കിട്ടിയിരുന്ന റേഷൻ സംവിധാനത്തിൽ കൈവച്ചു. എന്നിട്ട് APL-ഉം BPL-ഉം ആക്കി. ആളുകൾക്ക് APL എന്ന് പറയുന്നവർക്ക് മാത്രമാണ് കാര്യമായ റേഷൻ കിട്ടുക, അതുപോലെ തന്നെ BPL എന്ന് പറയുന്നവർക്ക് മാത്രമാണ് കാര്യമായ റേഷൻ കിട്ടുക. APL എന്ന് പറയുന്നത് എബോവ് പോവർട്ടി ലൈനാണ്. അങ്ങനെ എബോവ് പോവർട്ടി ലൈൻ വരച്ചിട്ട് ദരിദ്രന്മാരുടെ എണ്ണം കുറച്ചോ. പിന്നീട് കുറെ മുന്നോട്ട് പോയപ്പോൾ ആ വര താഴോട്ട് വരക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 28 രൂപ പട്ടണത്തിൽ കിട്ടുന്നവരും 28 രൂപ ഒരു ദിവസം പട്ടണത്തിൽ കിട്ടുന്നവരും 22 രൂപ ഒരു ദിവസം ഗ്രാമത്തിൽ കിട്ടുന്നവനും APL ആണ്, BPL അല്ല എന്ന് പറയുന്നത്. 1 കിലോ അരി വാങ്ങാൻ പറ്റുമോ സുഹൃത്തുക്കളെ? APL അല്ല, അവൻ BPL ആണ്. അങ്ങനെ രാജ്യം അടുത്ത കണക്ക് പുറത്തു വിട്ടോ. അങ്ങനെ APL-ന്റെയും BPL-ന്റെയും സംഖ്യയുടെ പുനർനിർണയം നടന്നപ്പോൾ 6 കോടി ജനങ്ങൾ കൂടി ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് പോയി. ഞാൻ പറയുന്നു എങ്കിൽ പിന്നെ ആ വര അങ്ങ് താഴ്ത്തോട്ട് വെച്ചാൽ പോരെ. ഇങ്ങനെ വരച്ച് ജനങ്ങളുടെ ദാരിദ്ര്യം തീർക്കുന്ന വരച്ചാൽ എങ്ങനെ ദാരിദ്ര്യം തീർക്കാൻ പറ്റുമോ? ഒരു ഘട്ടത്തിൽ ഷീലാ ദീക്ഷിത് ഡൽഹിയിലുള്ള ഒരു വലിയ ജനവിഭാഗത്തെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടല്ലോ. 5 അംഗമുള്ള കുടുംബത്തിന്, ഷീലാ ദീക്ഷിത് പറഞ്ഞത് എന്താണ്? 5 അംഗമുള്ള ഒരു കുടുംബത്തിന് 600 രൂപ കിട്ടിയാൽ ഒരു മാസം ജീവിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇവരേത് ലോകത്താണ് ജീവിക്കുന്നത്? 5 അംഗമുള്ള ഒരു കുടുംബത്തിന് 600 രൂപ കിട്ടിയാൽ ഒരു മാസം ജീവിച്ചുകൂടെ എന്ന് ഒരു മുഖ്യമന്ത്രി ലോകത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ ഭരണം അല്ലെങ്കിൽ അവരുടെ രാജ്യം ഏത് സ്വഭാവത്തിലാണ് മുന്നോട്ട് പോവുക? 5 അംഗം അവിടെ നിൽക്കട്ടെ, 5 ദിവസം നിൽക്കട്ടെ, 5 മിനിറ്റ് ഈ മുഖ്യമന്ത്രിക്ക് 5 മിനിറ്റ് തള്ളി നീക്കാൻ ഈ 600 രൂപ പോയിട്ട് 6000 രൂപ പോയിട്ട് 60000 രൂപ കൊണ്ട് സാധ്യമാണോ? ഇവരെല്ലാം നടത്തുന്ന യാത്രയുടെ, ഇവരെല്ലാം വിളിക്കുന്ന ഫോൺ കോളുകളുടെ, ഇവരെല്ലാം ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റുകളുടെ, ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദേശയാത്രയുടെ, ഇവരെല്ലാം ഈ രാജ്യത്തെ പൊതുഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നികുതി പണത്തിന്റെ കണക്ക് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ലോകത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. ലോകത്തുള്ള മാറ്റങ്ങൾ നമ്മൾ അറിയണം. പൊറുതിമുട്ടുന്ന ഒരു ജനത ഒരുപക്ഷെ ലാംലീന മൈതാനിയിലേക്കോ അല്ലെങ്കിൽ ചാന്ദിനി ചൗക്കിലേക്കോ മാർച്ച് നടത്തി കഴിഞ്ഞാൽ അസംഘടിതമായ ഒരു സമൂഹത്തെ തടയിട്ട് നിർത്തുവാൻ നമുക്കും സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രമാത്രം അസ്വസ്ഥജനകമായ സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി, പക്ഷേ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ നിന്ന് പൊടിതട്ടിപ്പോയ അധിനിവേശ ശക്തികൾ ഇന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കരാറുകളുമായിട്ടാണ്, അതുപോലെ തന്നെ കോർപ്പറേറ്റുകളായിട്ടാണ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളായിട്ടാണ്, അതുപോലെ തന്നെ വൻ ബിസിനസ്സുകളായിട്ടാണ്. പഴയതുപോലെയല്ല രാജ്യത്തെ കോളനിവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര രംഗങ്ങളിൽ വരെ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. എപ്പോഴാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ആരംഭിച്ചത്? എപ്പോഴാണ് ഇന്ത്യയിൽ ഭീകരവേട്ട ആരംഭിച്ചത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്നും എടുത്ത് പരിശോധിച്ചു നോക്കുക. 1990-കൾക്ക് ശേഷം രാജ്യം ഏർപ്പെട്ട ഒരുപാട് വിദേശ കരാറുകൾക്ക് ശേഷം, ഇസ്രായേലുമായി ബന്ധം പുലർത്തിയതിനു ശേഷം, സാമ്രാജ്യത്വ സയനിസ്റ്റ് ശക്തികളുമായിട്ട് നാം ബാന്ധവം പുലർത്തിയതിനു ശേഷം ഇന്ത്യ ഇസ്രായേലുമായി സംയുക്ത സൈനികാഭ്യാസം നടത്തി ഇല്ലേ? ഒരു കാലഘട്ടത്തിൽ നമുക്കത് ചിന്തിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ പ്രവാസികൾക്കറിയാം, പ്രവാസികളുടെ മുതിർന്ന ആളുകളുടെ പഴയകാലത്തെ പാസ്പോർട്ട് കൊടുക്കുന്ന ഘട്ടത്തിൽ ആ പാസ്പോർട്ടിൽ എഴുതാറുണ്ട് ഇസ്രായേലിലേക്ക് പ്രവേശനമില്ല ഇല്ലേ? ഒരു കാലഘട്ടത്തിൽ പാസ്പോർട്ടിൽ അത് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഇസ്രായേൽ ജാരസന്തതിയാൻ. ഈ രാജ്യത്തെ ഫലസ്തീൻ എന്ന് പറയുന്ന പുണ്യഭൂമിയുടെ നെഞ്ചത്ത് സാമ്രാജ്യത്വത്തിന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ജന്മമെടുത്ത ജാരസന്തതിയാണ് ഇസ്രായേൽ. ആ ചട്ടം വിരാട്ടത്തേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കുന്ന ആൾ പോവാൻ പാടില്ല എന്ന ശക്തമായ സമീപനം സ്വീകരിച്ച ഇന്ത്യൻ ഭരണാധികാരികളുടെ പിൻഗാമികൾ ആ ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയാണ് ഇസ്രായേലുമായി ഏറ്റവും കൂടുതൽ ആയുധ കച്ചവടം നടത്തുന്നത്. ആ ആയുധ കച്ചവടം നടത്തുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഈമാൻ ഹുജൂബിന്റെയും ജമാൽ അബൂദുറ എന്ന് പറയുന്ന 14കാരന്റെയും ഇടനെഞ്ചിലേക്ക്, ഫലസ്തീനിലേക്ക്, ഗസയിലേക്ക് അധിനിവേശ ശക്തികളും സയനിസ്റ്റുകളും അതിശക്തമായി തീ തുപ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമാണോ ഇന്ത്യയും മുസാദും സഹകരിച്ചുകൊണ്ട് സംയുക്ത സൈനികാഭ്യാസം നടക്കുന്നു? നമ്മുടെ കൊച്ചു കേരളത്തിൽ
ലോകത്തിൽ നിന്ന് പോലും ഇസ്രായേലിൽ പോയി സൈനിക അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എന്തിനാണ് ലൈൻ മാറുന്നത്? മർദ്ദിതരോടൊപ്പം നിന്ന് ഇന്ത്യ, അതുപോലെ തന്നെ ചേരിചേരാ നയം സ്വീകരിച്ച നമ്മുടെ രാജ്യം ഇന്ന് ആ ചേരിചേരാ നയത്തിൽ നിന്ന് മാറി അധിനിവേശ ശക്തികളോടുള്ള അനുകമ്പയുടെ അതുപോലെ തന്നെ അനുകൂലമായ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായത്. ഭീകരാക്രമണങ്ങൾ ധാരാളമായി ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അത് FBI-യുടെ വരവോടുകൂടിയാണ്, CIA-യുടെ വരവോടുകൂടിയാണ്, അതുപോലെ തന്നെ മൊസാദിന്റെ വരവോടുകൂടിയാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ ഏറ്റവും അവസാനം നടന്ന ബോംബെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിശബ്ദതയെ സാക്ഷി നിർത്തിക്കൊണ്ട് തൂക്കിലേറ്റി. അജ്മൽ കസബ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വലിയ അധ്യായത്തിനെ അടക്കുവാൻ അല്ലെങ്കിൽ അധ്യായത്തിന് ഒടുക്കം കുറിക്കുവാൻ തൂക്കിലേറ്റപ്പെട്ട രക്തസാക്ഷിയായേക്കാം. ഞാൻ പറയുന്നത് അജ്മൽ കസബിന്റെ ശരി തെറ്റുകളെ കുറിച്ചല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അജ്മൽ കസബുമായി ബന്ധപ്പെട്ട ബോംബെ ബോംബ് ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് പലതവണ വന്ന ഒരു വ്യക്തിയുണ്ട്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. അദ്ദേഹം കേരളത്തിൽ വന്നു, അദ്ദേഹം കൊച്ചിയിൽ തങ്ങി, അദ്ദേഹം ഷിക്കാഗോയിൽ നിന്ന് 3 തവണ ഈ ബോംബെയിൽ വന്നു. ആരാണ് ഷിക്കാഗോയിൽ നിന്ന് അദ്ദേഹത്തിന് വിസ കൊടുത്തത്? അദ്ദേഹത്തിന് അമേരിക്കൻ പൗരത്വമുണ്ടല്ലോ. അപ്പോൾ അമേരിക്കൻ പൗരത്വമുള്ള ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന വ്യക്തി ബോംബെ ബോംബ് ബ്ലാസ്റ്റിൽ അദ്ദേഹത്തിന് പങ്കുണ്ടായിട്ട് കൂടി പലതവണ ബോംബെയിൽ വന്ന് പോയിട്ടും എന്തേ ഇതിന്റെ ആഗോള ബന്ധങ്ങൾ അന്വേഷിക്കാതെ പോയത്? ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നത് എക്കാലഘട്ടത്തെയും അധിനിവേശ ശക്തികളുടെ സമീപനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക വേരൂന്നുന്നതും കാലൂന്നുന്നതും എങ്ങനെയാണ്? നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ലോകത്തിന്റെ ഏത് കോണിലേക്കും അമേരിക്ക അതിന്റെ അധിനിവേശം നടത്തുന്നത് അതാത് രാജ്യത്തുള്ള വൈരുദ്ധ്യങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ്, യോജിച്ചു പോകുന്ന സംവിധാനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ടാണ്. ഇന്ത്യയിൽ അത് വളരെ എളുപ്പമാണ്. അതിനുള്ള വിത്തുവാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് വണ്ടി കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ആ വിത്തുവിടെ പാകി മുളപ്പിക്കുക എന്നത് സംഘപരിവാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധിനിവേശ ശക്തികൾക്കും സയനിസ്റ്റുകൾക്കും വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന ദൗത്യമാണ്. അതുകൊണ്ട് ഇതര മതവിഭാഗങ്ങളുള്ളിടങ്ങളിൽ മതവിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം വളർത്തിക്കൊണ്ട് ഒരേ മതവിഭാഗങ്ങൾക്കിടയിലാണെങ്കിൽ അവർക്കിടയിലുള്ള വൈവിധ്യങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് സുന്നിയെയും ഷിയയെയും തമ്മിലടിപ്പിച്ച, അതുപോലെ തന്നെ കുർദുകളെയും അതുപോലെ തന്നെ മുസ്ലിം മറ്റുള്ളവരെയും തമ്മിലടിപ്പിച്ച, അതുപോലെ തന്നെ മറ്റ് ഇതര വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് ഒരു ഭാഗത്ത് ഫണ്ട് ചെയ്ത് ലോകത്ത് അധിനിവേശ ശക്തികൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പഴയകാല പ്രമാണം പുതിയ കാലഘട്ടത്തിലും വളരെ ഭംഗിയായി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തും മീഡിയകളുടെ കൂടി പിൻബലത്തോടുകൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചെറുത്തുനിൽപ്പ് നടത്തിക്കൂടാ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ അധിനിവേശ ശക്തികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പുകളെ അധിനിവേശ ശക്തികൾ നേരിടുന്ന രീതി എങ്ങനെയാണ്? അതിനാണ് അവർ പുതിയൊരു പേരിട്ടിരിക്കുന്നത്. അതിനാണ് അവർ പുതിയൊരു പേര് ടെർമിനോളജി രൂപപ്പെടുത്തിയിരിക്കുന്നത്, ടെററിസം എന്ന്. ആരാണ് ടെററിസം എന്ന പദം സംഭാവന ചെയ്തത്? ആരാണ് ആ ടെർമിനോളജിയെ നമുക്ക് സുപരിചിതമാക്കി മാറ്റിയത്? എന്താണ് ടെററിസം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം? ഭീകരത എന്ന് മാത്രമല്ലല്ലോ. ടെററിസം എന്ന് മീഡിയകൾ പ്രയോഗിക്കുമ്പോൾ, ചാനലുകൾ പ്രയോഗിക്കുമ്പോൾ ടെററിസം എന്ന് പറയുന്ന പദത്തിന് കൃത്യമായ അർത്ഥമുണ്ട്. അത് മുസ്ലിം ഭീകരവാദം എന്നാണ്. ലോകത്തോട് അവരോധി മുസ്ലിങ്ങളെല്ലാം ഭീകരരല്ല, പക്ഷേ ഭീകരരെല്ലാം മുസ്ലിങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ഒരു മനോഘടന ലോകത്ത് സൃഷ്ടിക്കുവാൻ അധിനിവേശ ശക്തികൾക്ക് സാധിച്ചോ? അതേ തന്ത്രം, അതേ രീതി, അതേ സ്ട്രാറ്റജി നമ്മുടെ രാജ്യത്തും ഈ രാജ്യത്തെ മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്ക് നേരെ, ജനകീയമായ സമരങ്ങൾക്ക് നേരെ, പൗരാവകാലിയുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശ വിരുദ്ധ അതുപോലെ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേരെ നമ്മുടെയും ഭാഗത്തിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കുക. ലോകത്ത് ബ്രദർഹുഡ് എങ്ങനെയാണ് ടെററിസ്റ്റ് മൂവ്മെന്റ് ആയി മാറിയത് എന്ന ചോദ്യത്തിന്റെ വളരെ കൃത്യമായ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുക അത്തരം ഒരു മാറ്റത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വളരെ കൃത്യമായ മീഡിയകളുടെ പിൻബലത്തോടു കൂടിയുള്ള രാഷ്ട്രീയമായ അജണ്ടയാണ്. ഭീകരമാക്കുക, എന്നിട്ട് അരികുവൽക്കരിക്കുക, എന്നിട്ട് തകർത്ത് കളയുക. നമുക്കറിയാമല്ലോ ഇങ്ങനെയാണ് അരുന്ധതി റോയ് തീവ്രവാദിയായി മാറിയത്. അതുപോലെ തന്നെ ബിനായക് സെൻ എങ്ങനെയാണ് മാവോയിസ്റ്റായി മാറിയത്. ബിനായക് സെൻ എന്ന് പറയുന്നത് അറിയപ്പെട്ട ഒരു ഡോക്ടറും ഒരു ആക്ടിവിസ്റ്റുമാണല്ലോ. ദീർഘകാലത്തോളം അദ്ദേഹത്തെ ജയിലിലടച്ചല്ലോ. പാവപ്പെട്ട ഈ ആദിവാസി ദലിതുകൾക്കിടയിൽ പരിശോധന നടത്തി അവർക്ക് മരുന്ന് കൊടുത്ത് അവരുടെ ജീവിക്കുവാനുള്ള പോരാട്ടത്തെ പിന്തുണച്ച് ആദിവാസികൾക്കും ദലിതുകൾക്കും ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് നേരെ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തിൽ നിന്ന് ചൂണ്ടിയ, അധികാരത്തിന്റെ ഭാഗത്തിൽ നിന്ന് വെച്ച കൈവിലങ്ങിന്റെ പേര് ടെററിസം എന്നായിരുന്നു, ഭീകരവാദം എന്നായിരുന്നു. അദ്ദേഹം മാവോയിസ്റ്റ് ആണ് എന്നായിരുന്നു. ഇന്ന് ബിനായക് സെൻ രാജ്യത്തെ പൗരാവലിയുടെ സമരത്തിന്റെ ഭാഗമായി പുറത്തേക്ക് വന്നു. ഇത് എല്ലായിടത്തും പ്രയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ചങ്ങറയിൽ ദലിതുകൾ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ചില ഭാഗങ്ങളിൽ വന്ന ആരോപണം എന്താണ്? അവിടെ ഭീകരവാദികളുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. മണ്ണില്ലാത്ത മനുഷ്യൻ
പാട്ടക്കാലാവധി കഴിഞ്ഞിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഹാരിസൺസിന്റെയും ടാറ്റയുടെയും 75,000 ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് ടാറ്റന്റെ കയ്യിലാണ്. ഒരു വില്ലേജ് ടാറ്റന്റെ കയ്യിലാണ്. ആ വില്ലേജിൽ കൊണ്ടുപോയിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കട്ടെ എന്ന് ഗവൺമെന്റ് അനുവാദം ചോദിച്ചപ്പോൾ ടാറ്റ പറഞ്ഞു പറ്റില്ല എന്ന്. അതേ കൊച്ചു കേരളത്തിനകത്ത് ടാറ്റയ്ക്കൊരു സാമ്രാജ്യം. എന്തുകൊണ്ടാണ് ആരും ചോദ്യം ചെയ്യാത്തത്? അതേ മണ്ണിൽ ഹാരിസൺസിന്റെ കരാറ് കഴിഞ്ഞിട്ട് കരാറ് പുതുക്കാതെ വീണ്ടും ഹാരിസൺസ് കൈവശം വെച്ചുകൊണ്ടിരിക്കെ വീട്ടിൽ കയറിക്കിടക്കാൻ കൂരയില്ലാത്ത ഭൂമിയില്ലാത്ത ദലിതുകൾ കയറി കുടില് കെട്ടിയിട്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യുവാനും തങ്ങുവാനും ഭൂമി വേണമെന്ന് ആക്രോശിച്ചപ്പോൾ അവർക്ക് നേരെ നമ്മൾ പ്രയോഗിച്ച പദപ്രയോഗവും തീവ്രവാദികളെന്നാണ്. മൂലമ്പള്ളിയിലെ ഒരു വലിയ ജനവിഭാഗത്തിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കുടിയിറക്കപ്പെട്ട ഒരു വിഭാഗമാണ്. നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയും, നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് വികസന വിരുദ്ധർ എന്നാണ്. എവിടെയാണ് വികസന വിരുദ്ധരാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ പ്രൊജക്ടിനോട് ആർക്കെങ്കിലും ആ അർത്ഥത്തിൽ മൗലികമായി വിയോജിപ്പുള്ളത് കൊണ്ടല്ല ഈ മൂലമ്പള്ളി സമരത്തിൽ ഒരു വലിയ ജനാവലി പങ്കെടുക്കുന്നത്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പ്രൊജക്ട് വീതം നീക്കിവെക്കുന്നിടത്ത് അതിന്റെ പേരിൽ എടുത്തെറിയപ്പെടുന്ന പാവപ്പെട്ട ജനവിഭാഗത്തെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതി കൂടി ഉണ്ടാവാത്തതാണ് പ്രശ്നം. അങ്ങനെ പദ്ധതി വരുന്നു, കുടിലുകൾ തകർക്കുന്നു, കൊച്ചുകുട്ടികളുടെ സ്കൂൾ ബാഗ് ഉൾപ്പെടെ ചട്ടിയും കലവും ഉൾപ്പെടെ ഒരു സുപ്രഭാതത്തിൽ വന്ന് JCB വന്ന് ഇടിച്ചു നിരത്തുന്നു. എന്നിട്ട് സുരക്ഷിതമായ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അന്തി ഉറങ്ങിയ ഒരു ജനത തൊട്ടടുത്ത ഒരു സുപ്രഭാതത്തിൽ സൂര്യനിക്കിയെ ആകാശത്തിനിക്കിയെ മേൽക്കൂരയില്ലാതെ വഴിയാധാരമായി മാറുന്നു. ഇത് യഥാർത്ഥത്തിൽ അംഗീകരിക്കാവുന്നതാണോ? ഇത് എനിക്കും നിങ്ങൾക്ക് നാളെ വരാവുന്നതല്ലേ? ഇവിടെയാണ് നമുക്ക് വിയോജിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ പറയുന്നു അവിടെയും തീവ്രവാദമുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, നാം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന സന്ദർഭമാണ്. നാം നമ്മുടെ ദൗത്യം നിർവഹിക്കേണ്ടുന്ന സന്ദർഭമാണ്. ഈ കുട്ടികളോടും നമുക്ക് ബാധ്യതയുണ്ട്, ഈ ദലിതുകളോടും നമുക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭീകരമായ അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളോട് നമുക്ക് ബാധ്യതയുണ്ട്, ജയിലിലടക്കപ്പെടുന്നവരോട് നമുക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾക്കറിയില്ലേ, കേരളത്തിൽ നിന്ന് ഒരു ഒരു പണ്ഡിതനെ എത്ര കാലമായി നമ്മൾ കൽത്തുറങ്കിലടക്കാൻ തുടങ്ങിയിട്ട് എന്തേ നമ്മുടെ കേരളത്തിന്റെ പ്രബുദ്ധത അതിനോട് പ്രതികരിക്കാതെ പോയത്? കേരളം പ്രബുദ്ധമാണ്, നമ്മൾ പറയാറുണ്ട്. ഞാൻ പറയുന്നു കേരളത്തെക്കാൾ പ്രബുദ്ധമാണ് ഡൽഹി. ബട്ട്ല ഹൗസ് നടന്ന ഡൽഹി, അതുപോലെ തന്നെ ഭീകരാക്രമണം നടക്കുന്ന ഡൽഹി. കാരണം ഡൽഹിയിൽ ഒരു ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായി പാർലമെന്റ് ആക്രമണ കേസിൽ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട AR ഗീലാനി എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ ഗീലാനിയെ തൂക്കുമരത്തിന്റെ കീഴിൽ നിന്ന് പോലെ ഇറക്കിക്കൊണ്ടുവരുവാൻ നിയമപരമായ പോരാട്ടത്തിലൂടെ ഡൽഹിയിലെ ആക്ടിവിസ്റ്റുകൾക്ക് കഴിഞ്ഞു, മനുഷ്യാവകാശ പ്രവർത്തകർക്ക് കഴിഞ്ഞു, അജിത് സാഹിയെ പോലുള്ള ആളുകൾക്ക് കഴിഞ്ഞു. പക്ഷേ കേരളത്തിന്റെ പ്രബുദ്ധത എന്ന് പറയുന്നത് പലപ്പോഴും കപടമായി തോന്നാറുള്ള സാഹചര്യമുണ്ട്. ഒരു മനുഷ്യനെ, ഒരു പണ്ഡിതനെ, ഒരു റമദാനിന്റെ ഒരു പച്ചപ്പകൽ പിടിച്ചു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ചാനലുകൾ വളരെ കൃത്യമായി അവരവരുടേതായ ഉത്സവം നടത്തുകയും ഒരു ജനതയും ആ ജനതയിലുള്ള മുഴുവൻ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും മൗനത്തോടുകൂടി അതിനനുവാദം കൊടുക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായില്ലേ? മഹ്ദനിയെ പിടിച്ചു കൊണ്ടുപോകുന്നതിനാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ അഭിപ്രായപരമായും വൈവിധ്യങ്ങൾ നമുക്കെല്ലാം ഉണ്ടാകാം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണം വെച്ചു പുലർത്തുന്നവരാകാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ആ അവസ്ഥയിൽ നാളെ ആര് വരാം? ആരും വരാം, നാളെ ആരും വരാം. നമുക്കറിയാമല്ലോ, അതാണല്ലോ സംഭവിക്കുന്നത്. അവകാശത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും അതിർവരമ്പ് എന്ന് മനസ്സിലാകാം. അധികമൊന്നും നമ്മൾ പോകേണ്ടതില്ല. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ 5ാം മന്ത്രി വിവാദം അതിന്റെ കൃത്യമായ എഡ്യൂക്കേഷനാണ്. അത് പറഞ്ഞപ്പോൾ അവരും ഭീകരവാദികളായി, അത് പറഞ്ഞപ്പോൾ അവരും തീവ്രവാദികളായി. ഇത് കേരളത്തിന്റെ ഒരു പൊതുപ്രവണതയല്ല, ലോകത്തിന്റെ തന്നെ ഒരു പൊതുപ്രവണതയാണ്. ഒരു മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോയി, എല്ലാവർക്കും അറിയാം അയാൾ പ്രതിയല്ല. അദ്ദേഹത്തിന്റെ പേരിലുള്ള യഥാർത്ഥത്തിലുള്ള സാക്ഷിമൊഴികൾ നമ്മൾ വായിച്ചാൽ നെട്ടിപ്പോകും, അല്ല അന്താളിച്ചു പോകും. അദ്ദേഹത്തിന്റെ മേൽ ഒരാൾ സാക്ഷിമൊഴി കൊടുത്തിരിക്കുന്നു, ഇദ്ദേഹം തീവ്രവാദിയാണ് എന്ന്. ആരാണ് കൊടുത്തതെന്ന് അറിയണ്ടേ? ഡിസംബർ 6-ന് ICUവിൽ മരണത്തോട് മല്ലടിച്ച ഒരു മനുഷ്യൻ, ഡിസംബർ 12-ന് ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു മനുഷ്യൻ. കാരണം മരിച്ചവരാൽ ഒരിക്കലും എണീറ്റ് വരില്ലല്ലോ. അപ്പോൾ പിന്നെ അവനെ ഭീകരവാദിയാക്കുക എളുപ്പമാണ്, തള്ളിവെടുക്കുക എളുപ്പമാണ്. അതുപോലെ തന്നെ മറ്റൊരു മൊഴി വന്നിരിക്കുന്നത്, അദ്ദേഹം താമസിച്ച വീടിന്റെ ഉടമയായ ഒരു ക്രിസ്ത്യാനി. അദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അദ്ദേഹം താമസിച്ചതിന് ശേഷം 2 തവണയാണ് ഞാൻ അവിടെ സന്ദർശിച്ചത്. ഒരിക്കൽ ഞാൻ സന്ദർശിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ കാണാനുള്ള കൗതുകം കൊണ്ട്. മറ്റൊരിക്കൽ എൻ്റെ ബന്ധു അദ്ദേഹത്തെ കാണണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ട്. എന്നിട്ട് ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയായ ഈ സുഹൃത്തിന്റെ പേരിലാണ്, ഈ സുഹൃത്ത് കണ്ടിരിക്കുന്നു നസീറിന്റെ കൂടെ
കണ്ടിട്ടില്ലേ മഹ്ദനിയെ എന്ന് അദ്ദേഹം പറഞ്ഞു, ഞാനത് കണ്ടിട്ടില്ലെന്ന് പത്രസമ്മേളനം നടത്തി. മൂന്നാമത്തെ തെളിവ് അങ്ങ് കൊടകിലെ ഇഞ്ചി കൃഷി നടത്തുന്നിടത്ത് ക്ലാസ് എടുത്തു എന്ന്. അങ്ങനെയെങ്കിൽ ആദ്യം അതറിയേണ്ടത് സർക്കാരിലെ അബ്ദുൽ നാസർ മഹ്ദനി എന്ന് പറയുന്ന മനുഷ്യൻ 9.5 കൊല്ലക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം നിരപരാധിയാണെന്നറിഞ്ഞ് നീതിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് കുറ്റബോധത്തോടുകൂടി നീതിപീഠം ഇറക്കിവിട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എന്ന നിലയ്ക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലല്ലാതെ പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹ്ദനി കൊടകിൽ പോയാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്കറിയില്ല. മൊഴി കൊടുത്തവർ പറയുന്നു ഞങ്ങൾ അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല. അദ്ദേഹം കൊടകിൽ കാലുമുറിഞ്ഞ ഒരു മനുഷ്യൻ വന്നിട്ടില്ല. ഇല്ലാത്ത മൊഴി കേടിച്ചു കൂട്ടിച്ചേർത്ത് ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് നിരപരാധിയായ ഒരു മതപണ്ഡിതനെ, ഒരു ഷുഗർ രോഗിയെ, അതുപോലെ തന്നെ ഒരു കാല് നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇന്ന് അങ്ങ് ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ അതിക്രൂരമായി ഇന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തേ പ്രബുദ്ധ കേരളം മിണ്ടാൻ 2 കൊല്ലം എടുത്തത്? എന്തുകൊണ്ടാണ് പ്രബുദ്ധ കേരളം മിണ്ടാൻ 2 കൊല്ലം എടുത്തത്? പ്രബുദ്ധ കേരളം ഇന്ന് മിണ്ടി തുടങ്ങി. നമ്മുടെ നിയമസഭയ്ക്കകത്ത് വരെ പ്രമേയം വരും. നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചു, നമ്മുടെ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ മേധാവികൾ സംസാരിച്ചു, നമ്മുടെ മന്ത്രിമാർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 9.5 കൊല്ലത്തിന് ശേഷം വീണ്ടും നഷ്ടപ്പെട്ട 2 കൊല്ലത്തിന്റെ വില കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? അവരുടെ വൈധവ്യം പേറുന്ന, അഥവാ ജീവിച്ചിരിക്കെ, ഭർത്താവ് ജീവിച്ചിരിക്കെ വൈധവ്യം പേറുന്ന ഒരു സ്ത്രീയെ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയുമോ? ഉപ്പയെ ഒന്ന് കാണാൻ കൊതിക്കുന്ന ആ മക്കളെ നമുക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു വരുന്നത്, മഹ്ദനി ഒരു സിംബൽ മാത്രമാണ്. അബ്ദുൽ നാസർ മഹ്ദനിയെ പോലെയുള്ള 100 കണക്കിന് യുവാക്കൾ ഇന്ന് കൽത്തുറങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് അടക്കപ്പെട്ടത് എന്ന് ചോദിക്കുവാനുമുള്ള ത്രാണി നഷ്ടപ്പെട്ട ഭീരുക്കളുടെ കൂട്ടത്തിൽ എന്തേ നമ്മൾ എത്തിപ്പോയത്? അവർക്ക് എന്തുകൊണ്ട് നിയമസഹായം കൊടുക്കുന്നില്ല? നമുക്കറിയാം, ഒരുപാട് സംഭവങ്ങൾ ഇത്തരണത്തിൽ ഉദ്ധരിക്കാൻ കഴിയും. ഇന്ന് അദ്ദേഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടും ജസ്റ്റിസ് ഫോർ മഹ്ദനി ഫോറം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ മനുഷ്യാവകാശ പ്രവർത്തകരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഡൽഹിയിൽ, അതൊരു ദേശീയ ഇഷ്യൂ എന്ന അർത്ഥത്തിൽ ഡൽഹിയിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അജിത് സാഹി ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെമിനാർ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ മഹ്ദനിയുടെ ഇഷ്യൂ ഒരു നാഷണൽ ഇഷ്യൂ എന്ന സ്വഭാവത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള സാഹചര്യമാണ് ഇത്. സ്വാഭാവികമോ അല്ലെങ്കിൽ യാദൃച്ഛികമോ അല്ല. ഇന്ത്യക്കകത്ത് ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ഭീകരത ഒരു പ്രശ്നമാണ് എന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അത്തരം ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ടെററിസം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് വമ്പിച്ച വിനാശം വരുത്തുമെന്ന പ്രതീതി സൃഷ്ടിച്ച, രാജ്യത്തേക്ക് ആയുധ കച്ചവടം നടത്തുന്ന അധിനിവേശ ശക്തികളുടെ ഗൂഢാലോചനക്ക് നമ്മുടെ രാജ്യവും വശംവദമാകരുത് എന്നാണ് ഞാൻ പറയുന്നത്. വിധേയപ്പെടരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നാം പ്രബുദ്ധമായ ഒരു രാജ്യത്തെ, ഒരു ജനവിഭാഗം എന്ന നിലക്ക് ഉത്ബുദ്ധതയോടുകൂടി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയണം. ഒരു ഭാഗത്ത് ഈ അർത്ഥത്തിൽ മുഖ്യധാരയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളും നടപടിക്രമങ്ങളും നമുക്കറിയാലോ. അബ്ദുൽ നാസർ മഹ്ദനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാണ്ട് കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗവും ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു പണ്ഡിതൻ തുറുങ്കിലടക്കപ്പെടുവാൻ കാരണമായ ഭീകരവിരുദ്ധ നിയമം എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ഒരു നിയമം അടുത്ത പാർലമെന്റിൽ കഴിഞ്ഞ രാജ്യസഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം വീണ്ടും അടുത്ത പാർലമെന്റിൽ വരാൻ പോവുകയാണ്. നിയമവിരുദ്ധ നിരോധന ബിൽ എന്ന് പറഞ്ഞുകൊണ്ട്, നിയമവിരുദ്ധ നിരോധന പ്രവർത്തന ബിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബില്ല് പാർലമെന്റിൽ വരാൻ പോവുകയാണ്. മഹ്ദനിയുടെ മനുഷ്യാവകാശ ലംഘനത്തിൽ ആത്മാർത്ഥമായി പ്രതിഷേധിക്കുന്നവരാണ് ജനത എങ്കിൽ, അത്തരം മനുഷ്യാവകാശ ലംഘനത്തിന് നിമിത്തമായ നിയമത്തെ കൂടുതൽ ഭീകരമാക്കുന്ന ഒരു ഭേദഗതി പാർലമെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ നടപടി എന്താണ്? നമ്മുടെ നിലപാടെന്താണ്? എന്നെ പിടിച്ചു കൊണ്ടുപോയാൽ ഞാൻ തീവ്രവാദിയല്ല, ഭീകരവാദിയല്ല എന്ന് തെളിയിക്കേണ്ടത് പിടിച്ചു കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ജോലിയല്ല, എന്റെ ജോലിയാണ് എന്ന് പറയുന്നിടത്ത് സംഭവിക്കുന്ന അപകടത്തിന്റെ ആഴം എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, കണ്ണ് തുറന്നിരിക്കേണ്ട കാലമാണ്, കാതു കൂർപ്പിക്കേണ്ട കാലമാണ്, കയ്യിലുള്ള ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ട കാലമാണ്, മീഡിയകളും അതുപോലെ തന്നെ പേനയും കയ്യിലെടുക്കേണ്ട സന്ദർഭമാണ്, ജനവിഭാഗത്തെ ബോധവൽക്കരിക്കേണ്ട സന്ദർഭമാണ്, അതുപോലെ തന്നെ ആളുകളോട് സംവദിക്കേണ്ട സന്ദർഭമാണ്, പൊതുസമൂഹത്തോട് സഹകരിച്ചും സഹവർത്തിത്വത്തിൽ ഏർപ്പെട്ടും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് കരുത്ത് പകരേണ്ടുന്ന സന്ദർഭമാണ്, മാറ്റത്തിന് വേണ്ടി യത്നിക്കേണ്ടുന്ന സന്ദർഭമാണ്. കിട്ടാവുന്ന റിയാലും പോക്കറ്റിലിട്ട് അന്തി ഉറങ്ങി സുഖസുഷുപ്തിയിലാണ്ട് ഞാനും എന്റെ കുടുംബവും തട്ടാനും അതുപോലെ തന്നെ ഞാനും എന്ന് പറയുന്ന നിലപാടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒരു ഐഡിയോളജി അംഗീകരിക്കുന്ന ഒരു ജനവിഭാഗത്തിന് അങ്ങനെ ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ജനതയോടുള്ള കമ്മിറ്റ്മെന്റിനേക്കാൾ കോർപ്പറേറ്റ് ശക്തികളോടുള്ള കമ്മിറ്റ്മെന്റായി മാറുന്ന ഒരു പരിവർത്തനത്തിന്റെ ദശയിലാണ് അല്ലെങ്കിൽ ഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഓർത്തു പോകുന്നത്,
ഒരു ഘട്ടത്തിൽ കഴിഞ്ഞതിന്റെ തൊട്ടു മുമ്പുള്ള മാധ്യമം വീക്കിലി ശ്രീ വിജു വി നായർ എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ വിജു വി നായർ അദ്ദേഹത്തിന്റെ ലേഖനം, ആ ലേഖനത്തിലാണ് ഇത് പറയുന്നത്. ബിർളയുടെ കയ്യിൽ നിന്ന് 36 കോടി വാങ്ങിയതിന്റെ കണക്ക്, ടാറ്റയുടെ കയ്യിൽ നിന്ന് 26 കോടി വാങ്ങിയതിന്റെ കണക്ക്, ഇതുപോലുള്ള സാമ്പത്തിക രംഗത്ത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബജറ്റിൽ അവർക്ക് നികുതി ഇളവ് അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നിലുള്ള താല്പര്യത്തെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ആ ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്താണ് പൊളിറ്റിക്സ് എന്ന് നിർവചിച്ചിട്ടാണ്. എന്താണ് പൊളിറ്റിക്സ് എന്ന് വിജു വി നായർ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനോട്, സാധാരണക്കാരനെ സമ്പന്നരിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് വാക്കുകൊടുത്ത് സാധാരണക്കാരന്റെ വോട്ടും, അതുപോലെ തന്നെ പണക്കാരനെ സമ്പന്നരിനെ സാധാരണക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ പണക്കാരിൽ നിന്ന് പണവും വാങ്ങുന്ന ലളിത കലക്കാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്ന് ശ്രീ വിജു വി നായർ പറയുകയുണ്ടായി. സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് വോട്ടും പണക്കാരന്റെ കയ്യിൽ നിന്ന് പണവും, രണ്ടു കൂട്ടരിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന വാഗ്ദാനവും കൊടുത്ത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന സംവിധാനത്തിനാണ്, ലളിത കലക്കാണ് ഈ യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഇപ്പോ 1000-ന്റെയും 2000-ന്റെയും ലക്ഷത്തിന്റെയും ഒന്നും അഴിമതിയല്ലല്ലോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഏതാണ്ട് ഒരു പക്ഷേ അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം, അടുത്ത ബജറ്റുകളെ സംബന്ധിച്ചിടത്തോളം തിഹാർ ജയിലിലെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് വരെ ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഗതിയാണ്. ഒട്ടുമിക്ക ആളുകളും അങ്ങോട്ട് പോകേണ്ടി വരുന്നു. സാധാരണക്കാരന്റെ പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മന്ത്രിമാർ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ലാഘവത്തോടു കൂടിയാണ്. പാചകവാതക വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വേള പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ? വളരെ ഹാസ്യാത്മകമാണ്. അദ്ദേഹം പറഞ്ഞു, പാചകവാതക വില വർദ്ധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതിന്റെ വില നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത് വരെ എന്റെ പ്രിയപ്പെട്ട ജനതയെ നിങ്ങൾ വിറക് മരം വെച്ച് പിടിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ നിങ്ങൾ ഒരു ചെടി വാങ്ങണം, എന്നിട്ട് ആ ചെടിക്ക് നിങ്ങൾ വെള്ളം കൊടുക്കണം, എന്നിട്ട് അതിനെ നട്ടു വളർത്തണം, എന്നിട്ടത് വളർന്ന് വലുതാകണം, പടർന്ന് പന്തലിക്കണം, എന്നിട്ട് നിങ്ങൾ ആ വിറക് വെട്ടിയിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇന്ധനം നിങ്ങൾ കണ്ടെത്തണം. അതിന്റെ അർത്ഥം എന്താണ്? ഏത് പതിറ്റാണ്ട് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പാചകവാതക വില നിയന്ത്രണത്തിൽ വരിക എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്തെല്ലാം പറയാം? നിങ്ങൾ ഡീസൽ വില വർദ്ധിക്കുമ്പോൾ നിങ്ങളോട് പറയാം, നിങ്ങളൊരു കാളക്കുഞ്ഞിനെ വാങ്ങണം, എന്നിട്ട് വളർത്തണം, എന്നിട്ട് അതിനെ വളർത്തി വലുതാക്കണം, എന്നിട്ടൊരു കാളവണ്ടി വാങ്ങണം, അപ്പോഴേക്കേ നമുക്ക് ഈ രാജ്യത്ത് ഡീസലിന്റെ വില പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ. ഇത് വളരുന്ന ഇന്ത്യക്ക് പറയാവുന്ന വർത്തമാനമാണോ? സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ ദുസ്സഹമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നിടത്ത് ആർജവത്തോടു കൂടിയുള്ള നിലപാടുകൾ എടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ നിയന്ത്രിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിനുപരിയായി ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ആധിപത്യം കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആദർശ പോരാട്ടം അനിവാര്യമായി വരുന്നത്. ഞാൻ പറയുന്നു, പ്രവാചകന്മാരുടെ പാതയിൽ, നവോത്ഥാന നായകന്മാരുടെ പാതയിൽ, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പാതയിൽ നീതി എവിടെയാണോ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതോ അവിടെ നീതിക്ക് വേണ്ടി സന്ധിയില്ലാതെ സമരം പ്രഖ്യാപിച്ച പ്രവാചകന്മാരുടെ അനുചരന്മാർക്ക് എങ്ങനെയാണ് അനീതിയോട് രാജിയായി അന്തി ഉറങ്ങാൻ കഴിയുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചോ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാ. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. മാത്രമല്ല ശുഹദാ ലില്ലാ, നിങ്ങൾ ദൈവത്തിന് സാക്ഷിയാവണം, ദൈവത്തിന് സാക്ഷിയാകണം, നീതിക്ക് വേണ്ടി നിലകൊള്ളണം. കൂനൂ ഖവ്വാമീന ലില്ലാ ശുഹദാ ബിൽ ഖിസ്ത. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം, നീതിക്ക് സാക്ഷിയാവണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നമ്മളെല്ലാവരും മറ്റേടിക്ക് മറുപടി പറയും, നമ്മൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ വിശുദ്ധ വേദഗ്രന്ഥം പറയുന്നു, എങ്കിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. നീതിക്ക് വേണ്ടി നിലകൊള്ളലാണ് ദൈവത്തിന് വേണ്ടി നിലകൊള്ളൽ. നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കാത്തവൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൽ അർത്ഥമില്ല എന്ന് ഈ രണ്ട് വിശുദ്ധ ഖുർആനിന്റെ വാക്യവും വെച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ ആളാണ്, ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, എന്റെ കയ്യിൽ നിന്ന് തസ്ബീഹുമാല പലപ്പോഴും മാറി നിൽക്കാറില്ല, ബാത്റൂമിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അയച്ചു വെക്കാറുള്ളത്. തസ്ബീഹിന്റെ, തഹ്ലീലിന്റെ, ദിക്റുകളുടെ, പ്രാർത്ഥനകളുടെ, പാരായണങ്ങളുടെ ലോകത്ത് ഞാൻ ആത്മീയമായ സംതൃപ്തി നേടി, ആത്മനിർവൃതി നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരാൾ പറയുന്നുവെങ്കിൽ, തൊട്ടടുത്ത് നടക്കുന്ന അന്യായങ്ങളോടും അധർമ്മങ്ങളോടും അനീതിയോടും അയാൾ മൗനിയാകുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, അത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളലല്ല, അതും മറ്റൊരു ഷണ്ഡീകരണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തുയർന്നു വന്നുകൊണ്ടിരിക്കുന്ന നവജാഗരണ പ്രക്രിയയെ തകർക്കുവാൻ ആഗോള ശക്തികൾ ഒരു ഭാഗത്ത് ആയുധമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മറുഭാഗത്ത് ആത്മീയതയാണ് ഉപയോഗിക്കുന്നത്. ക്ഷമിക്കണം എന്നോട്, ആത്മീയതയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് ആർജവമുള്ള ചെറുപ്പക്കാർ കടന്നു ചെന്നാൽ പിന്നെ അവന്റെ ജീവിതത്തിലെ എല്ലാ ആർജവവും ആണത്വവും വറ്റിവരണ്ട്. എന്നിട്ട് ആ ദൈവത്തിന്റെ കാൽക്കീഴിൽ പോയിട്ട് യോഗയും അതുപോലെ തന്നെ
തന്നെ അതുപോലുള്ള ശിക്ഷണമുറകളും ശീലിച്ച അവനവന്റെ ആത്മസംതൃപ്തി പരമാവധി നുകർന്ന് അവന്റെ ജീവിതം തള്ളി നീക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് മുസ്ലിം സമുദായത്തിലുമുണ്ട്, എല്ലാ വിഭാഗത്തിലുമുണ്ട്. ആ ദൈവങ്ങളെ സ്പോൺസർ ചെയ്യുന്നത് ആര് എന്ന് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം മനസ്സിലാക്കാൻ കഴിയും. അത് രാജ്യത്തെ നമ്മുടെ കൊച്ചു കേരളത്തിലെ അമ്മയ്ക്ക് പിന്നിലും അതുപോലുള്ള ബാബയ്ക്ക് പിന്നിലും വരെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അമ്മ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു പ്രൊഫഷണൽ സിസ്റ്റം ഉണ്ട് എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സിസ്റ്റത്തിനകത്തൊരു വിദേശ കരമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ലോകത്ത് വളർന്നു വരുന്ന പടർന്നു വന്നിരിക്കുന്ന പ്രതികരണ ശേഷിയുള്ള ഒരു ജനതയെ മയക്കി കടത്തുവാൻ എന്താണ് നല്ലത്? അതിനും മതമാണ് നല്ലത്. മതം പ്രതികരണത്തിനും പ്രതിഷേധത്തിനും വിപ്ലവത്തിനും പരിവർത്തനത്തിനും യഥാർത്ഥത്തിൽ അടിത്തറയായി വർത്തിക്കുന്നത് പോലെ തന്നെ വിപ്ലവത്തിന്റെ പന്തങ്ങളിലേക്ക് കടന്നു വരുന്ന വിപ്ലവകാരികളെ മയക്കി കടത്തുവാനും മതത്തിന്റെ ആത്മീയ ഭാവത്തെ ആയുധമായി ഉപയോഗിക്കുന്ന ചരിത്രത്തിലെ പല ശക്തികളെയും പോലെ ആധുനിക അധിനിവേശ ശക്തികളും ആ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് കിട്ടും, എന്നിട്ട് ദിക്ർ ചെല്ലാം, എന്നിട്ട് പ്രാർത്ഥന ചെല്ലാം, എന്നിട്ട് അവിടെ അങ്ങ് അടയിരിക്കാം, ധ്യാനമിരിക്കാം. നിങ്ങൾക്കറിയില്ലേ, രാവിലെ കണ്ടു ഒരുത്തനെ പള്ളിയിൽ, ഉച്ചക്ക് കണ്ടു ഒരുത്തനെ പള്ളിയിൽ, വൈകുന്നേരം കണ്ടു ഒരുത്തനെ പള്ളിയിൽ. മഹാനായ ഉമർ ചോദിച്ചു, എടോ നിനക്ക് വേറെ ജോലിയില്ലേ? ഉമർ വടി ഓങ്ങി, എന്നിട്ട് പറഞ്ഞു ഇറങ്ങി ഓടണം. എവിടെ നിന്നാണ് ഇറങ്ങി ഓടാൻ പറയുന്നത്? ദൈവത്തിന്റെ ഭവനത്തിൽ നിന്നാണ് ഇറങ്ങി ഓടാൻ പറഞ്ഞത്. പള്ളിയിലിരിക്കാൻ വേണ്ടി മാത്രം കൽപ്പിക്കപ്പെട്ട ഒരു ജനതയല്ല. രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ജനതയാണ്. നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ജനതയാണ്. ധർമ്മം കൽപ്പിക്കുവാനും അധർമ്മം ഇലക്കുവാനും കൽപ്പിക്കപ്പെട്ട ജനതയാണ്. എന്റെ ജീവിതായുസിനിടയ്ക്ക് ഞാൻ അധർമ്മത്തോട് പടപൊരുതിയോ, എന്റെ ജീവിതായുസിനിടയ്ക്ക് ഞാൻ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടുവോ? എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ യുവാക്കളോട് എനിക്ക് ചോദിക്കുവാനുള്ള കാര്യമാണ്, എന്തിനാണ് സംഘടന, എന്തിനാണ് സംഘാടനം, എന്തിനാണ് പാർട്ടി, എന്തിനാണ് പ്രസ്ഥാനം എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളിൽ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ നിയോഗ ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രസ്ഥാനത്തിന്റെ പിൻബലത്തിൽ അത് നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ. നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അതുപോലെ തന്നെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന്റെ മാർഗത്തിൽ ധർമ്മസമരം നിർവഹിക്കുന്ന. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിൽ ധർമ്മസമരം നിർവഹിക്കേണ്ടവരാണ്. നിങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാരാണ്. നിങ്ങൾ അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാരാണ്. പോരാട്ടത്തെ ജീവിതത്തിൽ നടത്തി മാറ്റുന്നവൻ, വിശ്വാസത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിന്റെ ആത്മീയതയുടെ സമരോത്സുകതയെ വധിച്ചു കളഞ്ഞവനാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. യഥാർത്ഥത്തിൽ തന്റെ ജിഹാദിന്റെ വിശ്വാസത്തിന്റെ പോരാട്ടത്തിന്റെ അംശത്തെ യഥാർത്ഥത്തിൽ പിഴുതെറിയുന്നവൻ, തന്റെ ജീവിതത്തിൽ നിന്ന് സമരോത്സുകതയെ പിഴുതെറിയുന്നവൻ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ തകർത്തവനാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, വിശുദ്ധ വേദഗ്രന്ഥം നമ്മോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിൽ പടപൊരുതുക. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലൻ യസ്തതി ഫബിലിസാനിഹി ഫഇൻ ലൻ യസ്തതി ഫബിഖൽബിഹി വദാലിക അദ്ഹഫുൽ ഈമാൻ. നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടയുക, ഇല്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കുക, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അമർഷം പ്രകടിപ്പിക്കുക. ചിലപ്പോൾ ചില സുഹൃത്തുക്കളുടെ അടുത്ത് ചെന്നാൽ ചില ആളുകൾ വളരെ നിരുത്തരവാദപരമായി പറയാറുണ്ട്, ഞാൻ എൻ്റെ കാര്യം നോക്കി പോവുകയാണ്. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഏതളവ് വരെ നോക്കാൻ കഴിയും, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഏതളവ് വരെ നോക്കാൻ കഴിയും, നിങ്ങളുടെ കാര്യവും നമ്മൾ നോക്കേണ്ടി വരും എന്ന് പറയാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കഴിയും. ഞാൻ കഴിഞ്ഞ തവണ ബഹുമാന്യനായ ശ്രീ അബ്ദുൽ നാസർ മഅ്ദനിയെ ജയിലിൽ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീൽ ചെയർ തള്ളി വന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനെ ഞാൻ പരിചയപ്പെട്ടു. അവന്റെ പേര് മറ്റൊന്നുമല്ല, സക്കരിയ എന്ന് പറയുന്ന 18-കാരനായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ 18 അവൻ പരപ്പനങ്ങാടിക്കാരനാണ്, ബികോം വിദ്യാർത്ഥിയാണ്. ജീവിതത്തിന്റെ നാലറ്റം പൊട്ടിക്കാൻ വേണ്ടി വീട്ടിലുള്ള വൃദ്ധയായ മാതാവിനെ പോറ്റാൻ വേണ്ടി പഠിക്കുന്ന കാലയളവിൽ ഒരു മൊബൈൽ ഷോപ്പിൽ സെയിൽസ്മാനായി ജോലി ചെയ്തവനാണ്. അവന്റെ സെയിൽസ്മാൻ ആ കടയുടെ മൊബൈൽ കടയുടെ ഉടമ ആർക്കോ ഒരാൾക്ക് ഒരു മൊബൈലിന്റെ സിം മാറ്റി വിറ്റതുമായി ബന്ധപ്പെട്ട കർണാടക പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിന് വന്നപ്പോൾ ഉടമയെ കാണാതായപ്പോൾ ആ കടക്കകത്തിരുന്ന ഈ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുവന്നതാണ്. പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷം ആ ഉമ്മയുടെ മനോനില തെറ്റിയതാണ്. ജയിലിൽ വന്നതിന് ശേഷം ആ ചെറുപ്പക്കാരനും മാനസികമായ വിഭ്രാന്തി അനുഭവിച്ചതാണ്. എന്നിട്ട് മഅ്ദനിയുടെ നിരന്തരമായ ഇടപെടലിലൂടെ അവൻ ജീവിതത്തിലേക്ക്, അവന്റെ പക്വതയിലേക്ക് തിരിച്ചു വന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട സക്കരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ സ്ഥാനത്ത് എന്തേ ഞാനായിക്കൂടാ? നമ്മൾ പറയേണ്ടത്, ആരും ആരെയും അവലംബിക്കാതെ ജീവിക്കുക സാധ്യമല്ല. ഇത് ഞാൻ പറയുമ്പോൾ എങ്ങനെയാണ് ഇത്തരം സമകാലിക സാഹചര്യത്തെ നേരിടേണ്ടത് എന്ന് ചോദിച്ചാൽ മാനുഷികമായ കൂട്ടായ്മയിലൂടെയാണ്
നേരിടേണ്ടത്. മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും ദലിത് കമ്മ്യൂണിറ്റി ആയാലും അതുപോലെ തന്നെ ആദിവാസികളായാലും സാമുദായികവാദം എന്ന് പറയുന്നത് ഇതിന്റെ പരിഹാരമല്ല. തീവ്രവാദം എന്ന് പറയുന്നത് ഇതിന്റെ പരിഹാരമല്ല. നമ്മുടെ കയ്യിൽ ഉണ്ടാകാവുന്ന സങ്കേതങ്ങൾ ഉണ്ടാകണം, മീഡിയ ഉണ്ടാകണം, നെറ്റ്വർക്ക് ഉണ്ടാകണം, സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പ്രിന്റ് മീഡിയ ഉണ്ടാകണം. നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ നാം രാജ്യത്തെ നല്ല നന്മേച്ചുകളായ ആളുകളെ ഒന്നിച്ചു ചേർക്കണം. അങ്ങനെ നന്മയിൽ കൂടിച്ചേരാവുന്ന ആളുകളുടെ, മനുഷ്യാവകാശ പ്രവർത്തകരുടെ, അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മ നമ്മുടെ രാജ്യത്ത് ജന്മമെടുക്കണം. അങ്ങനെ ഈ രാജ്യത്തെ സാമൂഹ്യ കൂട്ടായ്മയിലൂടെ വൈകാരികത പരിഹാരമല്ല, സാമുദായികത പരിഹാരമല്ല, തീവ്രവാദം പരിഹാരമല്ല, ആയുധം കൊണ്ട് നേരിടുന്നതും പരിഹാരമല്ല. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അതിനനുവദിക്കുന്നുമില്ല. അതുകൊണ്ട് ശാന്തമായി ദീർഘദൃഷ്ടിയോടുകൂടി ആധുനിക കാലഘട്ടത്തിലെ പുതിയ പ്രവണതകളെ മനസ്സിലാക്കി ജനാധിപത്യ രൂപത്തിൽ തന്നെ നമുക്കതിനെ അഭിമുഖീകരിക്കാവുന്നതാണ്. അങ്ങനെ അഭിമുഖീകരിക്കണമെങ്കിൽ കൂട്ടായ്മ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഏകനാണെന്ന് പറഞ്ഞ ഒരാൾക്കും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ്. ഒറ്റക്കെട്ടായി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത വീക്ഷണമുള്ള സംഘടനാ സംവിധാനങ്ങളും കൂട്ടായ്മയായി മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ്. ഓരോ സംഘടനകൾക്കും വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു ജനതയും ഒരു രാജ്യവും ഒരു സമൂഹവും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഈ സംഘടനകൾക്കും സംഘടനാ സങ്കുചിതത്വത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് പൊതുസമൂഹത്തിന്റെ പൊതുവിധാനത്തിലേക്ക് വരുവാനുള്ള ആർജവം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്തരം പൊതുവിധാനത്തിലേക്ക് വരുവാൻ ഒട്ടും വൈമനസ്സം കാണിക്കാത്ത ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്കത് വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. അഥവാ മനുഷ്യൻ എന്ന് പറയുന്ന പോയിന്റിൽ, ജനത എന്ന് പറയുന്ന പോയിന്റിൽ, സാധാരണക്കാരെന്ന് പറയുന്ന പോയിന്റിൽ, നീതി എന്ന് പറയുന്ന പോയിന്റിൽ, നന്മ എന്ന് പറയുന്ന പോയിന്റിൽ യോജിച്ച് മുന്നേറുവാൻ ഇന്ത്യയിലെ, കേരളത്തിലെ, മലയാളികളിലെ എല്ലാ വൈവിധ്യങ്ങൾക്കും കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ അർത്ഥത്തിൽ നാം നമ്മുടെ കർമ്മത്തിലേക്ക്, നാം നമ്മുടെ ധർമ്മത്തിലേക്ക്, നാം നമ്മുടെ നിയോഗ ദൗത്യത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്നാണ് യൂത്ത് ഇന്ത്യയുടെ ഈ സമ്മേളനത്തിൽ യൂത്ത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ ജോലി സമയത്തിന്റെ എത്ര മണിക്കൂറാണ് നിങ്ങൾ കൊന്നുകളയുന്നത്? ടിവിക്ക് മുമ്പിലിരുന്ന്, ചാനലിന് മുമ്പിലിരുന്ന്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന്. ഒരു നാട്ടിൽ പോകുന്ന ഒരുത്തന്, കുടുങ്ങിക്കിടക്കുന്ന ഒരുത്തന് ഒരു ടിക്കറ്റിന്റെ പണം സമ്പാദിക്കുവാൻ നിങ്ങൾ നടന്നെങ്കിൽ ആ നടത്തം ധർമ്മമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജയിലിൽ കിടക്കുന്ന ഒരുത്തന്, ഞാൻ തെർഹീലടിച്ചിട്ട് കിടക്കുന്ന ആ തെർഹീൽ നടക്കുന്ന ദമാമിലെ ഒരു റൂമിനകത്ത് ഞാൻ ചെന്നോ, ദുർഗന്ധം വമിക്കുന്ന റൂം. അവരും മനുഷ്യരാൻ, നിങ്ങളെപ്പോലെ ജോലി ചെയ്തവരാൻ, എന്നെപ്പോലെ ജോലി ചെയ്തവരാൻ. ഏത് ഘട്ടത്തിൽ, ഏത് നിയമത്തിൽ, ഏത് കുരുക്കിൽ, ഒരുപാട് കുരുക്കുകൾ നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയും ഒരുപാട് കുരുക്കുകൾ നമുക്ക് മുമ്പിൽ വീണുകൊണ്ടേയിരിക്കുകയാണ്. ഞാനൊരു കുരുക്കിൽ വീണാൽ ഈ കേരളത്തിലെ പ്രവാസി സമൂഹം എല്ലാവരും അവരവരുടെ ജോലി കഴിഞ്ഞിട്ട് റൂമിൽ കിടന്നുറങ്ങുന്നത് പോലെയാണ് ഞാനും കിടന്നുറങ്ങിയത് എങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങളെപ്പോലെ അവരും ഉറങ്ങുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാവുക? എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനത്, നമ്മൾ യോജിക്കണം. പ്രവാസി സമൂഹത്തിൽ തന്നെ മാനസിക രോഗിയായിട്ട് നാട്ടിലേക്ക് മടങ്ങുന്നവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മരിക്കുന്നവരുണ്ട്. ജീവിതത്തിന്റെ ആലട്ടം മുട്ടിക്കാൻ വന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം ജീവിതത്തിന്റെ ലക്ഷ്യം നേടാൻ കഴിയാതെ പരലോകത്തേക്ക് യാത്ര പോകുന്ന മനുഷ്യരുണ്ട്. ഈ മനുഷ്യ മക്കളോടൊക്കെ നമുക്ക് കടപ്പാടുണ്ട്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നൊരു സമീപനം ആദർശമുള്ളവർക്ക് നിരക്കുന്നതല്ല, പ്രവാചകന്റെ അനുജന്മാർക്ക് നിരക്കുന്നതല്ല. എല്ലാത്തിനോടും ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. നിസ്സാരമാണല്ലോ നിങ്ങൾ മാളത്തിലേക്ക് മൂത്രമൊഴിക്കരുത് എന്നെന്തിനാ പ്രവാചകൻ പഠിപ്പിച്ചത്? അതിനുള്ളിലും ഇഴജന്തുക്കൾ ഉണ്ടാകും, അവർക്കും ജീവിതമുണ്ട്, അതവരുടെ ഇടമാണ് അവരുടെ മാളം എന്ന് പറയുന്നത്. അവരുടെ ഇടത്തേക്ക് നിങ്ങൾ അറ്റാക്ക് ചെയ്യരുത്, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുചരന്മാർക്ക് എന്തിനാണ് ഇഴജന്തുവിന്റെ പോലും ജീവന്റെ കാര്യത്തിൽ താല്പര്യമെടുക്കാൻ പറഞ്ഞ നമുക്ക് എങ്ങനെയാണ് കണ്ണും പൂട്ടി ഉറങ്ങാൻ കഴിയുക? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, നമ്മൾ കണ്ണ് തുറക്കണം, നമ്മൾ കാത് തുറക്കണം, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം. നമ്മൾ നമ്മുടെ ജോലിക്ക് ശേഷം നമ്മുടെ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കണം. നാം നമ്മെ സമർപ്പിച്ചുകൊണ്ട് നാം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. അത്തരം സാമൂഹ്യ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്ത വീക്ഷണം ഉണ്ടാകാം. കഴിയാവുന്നവരോട് ഞാൻ പറയുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന വിശാലമായ ഒരു പ്ലാറ്റ്ഫോമാണ് യൂത്ത് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതല്ലാത്ത പ്ലാറ്റ്ഫോമിലുള്ളവരും വിശാല മനസ്സോടുകൂടി പ്രവർത്തിക്കണം, യൂത്ത് ഇന്ത്യയുമായി സഹകരിക്കണം, എല്ലാവരും ഒന്നിച്ചു മുന്നേറണം. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം നമ്മോട് ഐക്യവും അതുപോലെ തന്നെ യോജിപ്പും ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോളിഡാരിറ്റി കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മവും ഇതാണ്. നൂറുകണക്കിന് സമരങ്ങളിൽ സോളിഡാരിറ്റി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ വിശാലമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ, മനുഷ്യന്റെ മൗലികാവകാശങ്ങളിൽ പോരാടുക എന്നത് ആദർശ ധർമ്മമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിലെ 100ഓളം സമരമേഖലകളിൽ ഇടപെടുമ്പോൾ അത് ആദർശ പോരാട്ടമാണ് എന്ന് അടയാളപ്പെടുത്തുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സാധിക്കുന്നുണ്ട്. ആ
സമരത്തിന്റെ ഗുണഭോക്താക്കളിൽ ദലിതുകൾ ഉണ്ടാകാം, ആദിവാസികൾ ഉണ്ടാകാം, സാധാരണക്കാരുണ്ടാകാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മണ്ണും മനുഷ്യനും അതുപോലെ തന്നെ സാധാരണക്കാരനും വേണ്ടിയുള്ള പോരാട്ടം. ഒരുപാട് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാസി സമൂഹത്തിന്റെ അങ്ങേയറ്റത്തെ അനുകമ്പയുടെ അനുരണനങ്ങൾ സോളിഡാരിറ്റിയുടെ കേരളത്തിലെ സേവനത്തിന്റെ എടുപ്പുകൾക്കുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി പറയുകയും നിങ്ങൾ അഭിനന്ദിക്കുകയുമാണ്. കേരളത്തിൽ സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1500-നടുത്ത് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു, സാധാരണക്കാർക്ക് നിർമ്മിച്ചു കൊടുത്തു. യുവാക്കളെ പഠിപ്പിച്ചു. നിങ്ങൾ വൈറ്റ് കോളർ മനസ്ഥിതി ഒഴിവാക്കണം. ഡോക്ടറും എഞ്ചിനീയറുമായ സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ കല്ലും മണ്ണും ചുമന്ന് സാധാരണക്കാരന് വേണ്ടി വീട് പണിയുമ്പോൾ ഒരുപാട് തർബിയത്ത്, ഒരുപാട് സംസ്കരണം അവർ കൊടുത്തു. നീയും അവനിൽ ഒരുവനാണ്, നീയും മണ്ണ് ചുമക്കേണ്ടവനാണ്, നീയും സാധാരണക്കാരനാണ്. എന്നിട്ട് തന്റെ അടുക്കൽ ചികിത്സക്ക് വരുന്ന രോഗിയുടെ വീട്ടിൽ പോയിട്ട് മണ്ണ് ചുമന്നവന് വീടുണ്ടാക്കി കൊടുക്കുന്ന ഡോക്ടറുടെ മാതൃകാപരമായ സഹാദത്തുൽ ഹഖ് എന്ന് പറയുന്ന സത്യസാക്ഷ്യ നിർവഹണം കാണിച്ചു കൊടുക്കുവാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് സാധിച്ചോ? നിങ്ങൾക്കറിയാമല്ലോ, അങ്ങ് കാസർഗോഡ് നൂറുകണക്കിന് മനുഷ്യന്മാർ, അല്ല ആയിരക്കണക്കിന് മനുഷ്യന്മാർ, ആ ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഇന്ന് ഒരു കാലഘട്ടത്തിലെ എൻഡോസൾഫാന്റെ ദുരിതബാധിതരായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ജനവിഭാഗമാണ്. 4 പഞ്ചായത്തുകൾ, 12 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചു. 4 പഞ്ചായത്തുകൾ തെരഞ്ഞെടുത്തോ. എന്നിട്ട് സർവേ നടത്തി അവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ, ആ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ പുറത്തു വന്നവർ, അതുപോലെ തന്നെ കൈകാലുകൾ തളർന്നവർ, തല വലുതായവർ, ഉടല് പുറത്തു ചാടിയവർ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതിനേക്കാൾ ദയനീയമായ ചിത്രം മറ്റെന്താണ്? ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ നിങ്ങൾ കണ്ണിൽ കാണുമ്പോഴാണ് നിങ്ങളുടെ കണ്ടടങ്ങളിൽ ഒരുപക്ഷെ കണ്ണുനീർ കളങ്ങൾ ധാരധാരയായി ഒഴുകുക. അത്തരം ഒരു കാഴ്ചപ്പുറത്ത് നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തീരുമാനിച്ചത് കൊച്ചു പ്രസ്ഥാനമാണ് എങ്കിലും നാട്ടിലേക്ക് ഇറങ്ങണം. ഒരു വിശ്വാസ്യതയുണ്ട്. ആളുകളോട് ചോദിക്കണം. പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കടകളിലും കടത്തണ്ടകളിലും നിൽക്കുന്ന ആളുകളോട് കൈനീട്ടി ചോദിച്ചോ, അങ്ങ് വടക്കേയറ്റത്ത് തെക്കേയറ്റത്തുള്ള തലസ്ഥാന നഗരിയിലെ അനന്തപുരിയിൽ അന്തി ഉറങ്ങുന്ന ഭരണാധികാരികളുടെ തുറക്കാത്ത കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സാധാരണക്കാരായ ജനവിഭാഗത്തിന്റെ കണ്ണുനീർ കളങ്ങൾ തുടക്കുവാൻ സോളിഡാരിറ്റി ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നു. അത് എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതിയാണ്. ആ പദ്ധതി പ്രവർത്തനത്തിൽ മുഴുകിയ ഒരു എളിയ വ്യക്തി കൂടിയാണ് ഞാൻ. നിങ്ങൾക്കറിയുമോ, ഒരുപാട് കൊച്ചുകുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ ചെറിയ താളം കണ്ടെത്തുവാനെങ്കിലും അത് സഹായകമായി. അങ്ങനെ ആ ഒരു ജനവിഭാഗത്തിന്റെ പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട പോകാവുന്നിടത്തോളം പ്രക്ഷോഭത്തിൽ പോയി, ഡൽഹിയിൽ പോയി. അന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടോ, മനുഷ്യാവകാശ കമ്മീഷനെ കണ്ടോ? മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇതിന്റെ വിക്ടിംസിൽപ്പെട്ട കണ്ണ് കാണാത്ത 2 കുട്ടികൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ KG ബാലകൃഷ്ണൻ സാറോട് പറഞ്ഞു, സാറേ, നിങ്ങൾ പറഞ്ഞാൽ പോരാ, നിങ്ങൾ നാട്ടിൽ വരണം. നിങ്ങൾ മലയാളിയാണ്, മലയാളിയായ നിങ്ങൾ ഞങ്ങളുടെ വേദന അറിയണം. ആ കൊച്ചു കുട്ടികൾ, അന്ധരായ 2 കുട്ടികൾ അന്ന് ജസ്റ്റിസ് KG ബാലകൃഷ്ണനോട് അതിശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ അന്ന് KG ബാലകൃഷ്ണൻ സോളിഡാരിറ്റി സംഘത്തോടൊപ്പമുള്ള കുട്ടികളോടും അതുപോലെ തന്നെ വിക്ടിംസിനോടും പറഞ്ഞു, ഞാൻ വരാം. ആ വരവാണ് പിന്നീടുള്ള അന്വേഷണങ്ങൾക്കും മറ്റു നടപടിക്രമങ്ങൾക്കും കാരണമായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിച്ചു എന്നതിന് വല്ല അർത്ഥവും ഉണ്ടാകേണ്ടതുണ്ടോ? മരിച്ചു എന്ന് പറയുമ്പോൾ വല്ല ശേഷിപ്പും ഉണ്ടാകേണ്ടതുണ്ടോ? നിങ്ങൾക്കറിയാം എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ജീവിച്ചു എന്ന് തെളിയിക്കണമെന്നാണ്. എത്ര വർഷം? 25 വയസ്സിൽ മരിച്ചോ? എത്ര വയസ്സിൽ? 30 വയസ്സിൽ ജീവിച്ചോ? എന്താണ് അതിന്റെ തെളിവ്? നാട്ടിലൊരു തെളിവുമില്ല. അതുപോലെ തന്നെ സമൂഹത്തിലൊരു തെളിവുമില്ല. ഞാൻ ജീവിച്ചതിന് എൻ്റെ നാട്ടിൽ തെളിവുണ്ടാകണം. ഞാൻ ജീവിച്ചതിന് എൻ്റെ നാട്ടിൽ തെളിവുണ്ടാകണം. മഹാരഥന്മാർ ജീവിച്ചതിന്റെ തെളിവല്ലേ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി എന്ന് പറയുന്നത്? അതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചം എന്ന് പറയുന്നത്? നിങ്ങൾ ജീവിതത്തിന്റെ ജീവിച്ചു എന്നതിന്റെ തെളിവ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുവാൻ കഴിയേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, നല്ല മാവ് വീണാൽ നമ്മൾ പറയും, ആ മാവ് വീണുപോയല്ലോ. എന്തുകൊണ്ടാണ്? മാമ്പഴം തരുന്ന മാവായിരുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കാതെ മാങ്ങ കായ്ക്കാത്ത മരം വീണുപോയാലും അത് നശിച്ചു പോയാലും ആരും ഓർക്കാറില്ല. മാവുള്ള മാമ്പഴം വീണുപോകുമ്പോൾ ഒരു മാവിന്റെ പേരിൽ പോലും പരിതപിക്കുന്ന സമൂഹത്തിനകത്ത് കൊടുക്കേണ്ടുന്ന മാമ്പഴം കൊടുക്കാതെ, ജനങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന ഉപകാരം കൊടുക്കാതെ ഒരു വടവൃക്ഷത്തെ പോലെ, ഒരു പാഴ്മരത്തെ പോലെ ജീവിച്ച് മരിക്കരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ പ്രകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. നിങ്ങളൊരു പാഴ്മരമാകരുത്, നിങ്ങളൊരു പാഴ്മരമാകരുത്. നിങ്ങൾ പ്രത്യുൽപ്പന്നമതിത്വമില്ലാത്ത, ഒരു ജന്മം കൊണ്ട് ഒന്നും നൽകാനില്ലാത്ത, അതുപോലെ തന്നെ ഒരു സമൂഹത്തിന് ഒന്നും കൊടുക്കാനില്ലാത്ത, ഒരു സമൂഹത്തിന് ഒന്നും സമർപ്പിക്കാനില്ലാത്ത, സമൂഹത്തിന് ഒരു ഉപകാരവുമില്ലാത്ത ഒരു സൃഷ്ടിയായിട്ട് നിങ്ങൾ മാറരുത്. ദൈവത്തിന്റെ സൃഷ്ടിക്ക് അത് പാടില്ലാത്ത കാര്യമാണ്. ഒരു പുൽക്കൊടി പുൽക്കൊടിയുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്, ഒരു പുഴുവിന്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്, ഒരു ഇഴജന്തുവിന്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്, ഒരു പറവയുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്, ഒരു പൂച്ചയുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഈ സൃഷ്ടി ചരാചരങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായി സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ. വലഖദ് കറംനാ ബനി ആദം
ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി വറസഖനാഹും മിനത് ത്വയ്യിബാത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല എന്ന് വിശുദ്ധ വേദഗ്രന്ഥം നമ്മോട് പഠിപ്പിക്കുന്നില്ലേ. ഭൂമി ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളിൽ നിന്നും ദൈവം തമ്പുരാൻ നിങ്ങളെ ആദരിച്ചിരിക്കുന്നു. കടലിലും കരയിലും സഞ്ചരിക്കുവാനുള്ള സാവകാശം അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഏറ്റവും നല്ല ഭക്ഷണ സംവിധാനങ്ങൾ അവൻ നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ എന്നിട്ടും ചിന്തിക്കുന്നില്ല എന്ന് വേദഗ്രന്ഥം നമ്മോട് ചോദിക്കുന്നുണ്ട്. ഖലഖലകും മാ ഫിൽ അർദി ജമിഅ, ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിചരാചരങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഓരോ ജന്തുവും അതിന്റെ ധർമ്മം നിർവഹിച്ച അതിന്റെ ജീവിതായുസ് പൂർത്തിയാക്കി ലോകത്തിൽ നിന്ന് വിട പറയുന്ന ഘട്ടത്തിൽ വിശേഷ ബുദ്ധി നൽകി, വേദഗ്രന്ഥം നൽകി, ഒരു ഐഡിയോളജി തന്ന ഒരു പ്രവാചകനെ നിയോഗിച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സൽപാന്താവിന്റെ കൃത്യമായ രചിതരേഖ മുമ്പിൽ വരച്ചു കാണിക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലക്ക് നമുക്കെങ്ങനെയാണ് അന്ധനും മൂകനും ബധിരനുമായി ജീവിക്കാൻ കഴിയുക? സമൂഹത്തിൽ ഞാൻ അന്ധനാണ്, സമ്പന്നനാണ്, പണമുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്, ചിന്തയുള്ളവനാണ്, കാണാനുള്ള കാഴ്ചയുള്ളവനാണ്. പക്ഷേ സാമൂഹ്യ പ്രശ്നങ്ങളിൽ അവൻ അന്ധനാണ്, സാമൂഹ്യ വിഷയങ്ങളിൽ അവൻ ബധിരനാണ്, സാമൂഹ്യ വിഷയങ്ങളിൽ അതുപോലെ തന്നെ അവൻ മൂകനാണ്, മിണ്ടാത്തവനാണ്, കേൾക്കാത്തവനാണ്, കാണാത്തവനാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യ സൃഷ്ടിക്ക് അങ്ങനെയാകാൻ കഴിയുക? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങളെ പ്രകോപിപ്പിച്ചുവെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ ജന്മത്തിന്റെ, നിങ്ങളുടെ നിയോഗത്തിന്റെ ദൗത്യം ഖലഖലകും മാ ഫിൽ അർദി ജമിഅ എന്ന് പറയുന്ന അതേ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വൈദ ഖാല റബ്ബക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ദൈവത്തിന്റെ പ്രാതിനിധ്യമാണ് നമ്മുടെ നിയോഗ ദൗത്യം. ദൈവത്തെ പ്രതിനിധീകരിക്കുക, ദൈവിക മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുക. തെരുവിലും ജോലിസ്ഥലത്തും കുടുംബത്തിലും സമൂഹത്തിലും അങ്ങനെ ഒരു ജന്മം കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന പോലെ, ഒരു ജന്മം എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന പോലെ, ഒരു ജന്മം എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് പോലെ, ഒരു ജന്മം എൻ്റെ നാഥന് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത് പോലെ ഒരു ജന്മം ഞാൻ എൻ്റെ സമൂഹത്തിനും കൊടുക്കണം. വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ജന്മം സമൂഹത്തിന് കൊടുത്തവനെ ജന്മം ദൈവത്തിന് കൊടുത്തതായി ദൈവം തന്നെ തൃപ്തിപ്പെടുകയുള്ളൂ. യാതൊരു സംശയവും ആർക്കും വേണ്ട. എൻ്റെ ജന്മം ഞാൻ സമൂഹത്തിന് കൊടുക്കാതെ ഞാൻ പൂർണ്ണമായും ദൈവത്തിന് കൊടുത്താൽ ദൈവം പോലും തൃപ്തിപ്പെടുകയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അത് വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചുവല്ലോ. പ്രവാചകൻ നമുക്കെപ്പോഴും അറിയുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞ് പഴകിയതാണെങ്കിൽ ഞാൻ ഉദ്ധരിക്കുന്നു. മഹാനായ പ്രവാചകൻ പറഞ്ഞു നാളത്തെ പരലോകത്തെ വിചാരണയെ കുറിച്ച്. ആ വിചാരണയിൽ പ്രവാചകൻ പറയുന്നുണ്ടോ, എനിക്ക് നീ എന്തുകൊണ്ട് വെള്ളം തന്നില്ല? ദൈവത്തിന് വെള്ളം തരികയോ? എനിക്ക് നീ എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല? ദൈവത്തിന് ഭക്ഷണം തരികയോ? എനിക്കെന്തുകൊണ്ട് നീ അതുപോലെ തന്നെ എന്നെ നീ എന്തുകൊണ്ട് ധരിപ്പിച്ചില്ല? ദൈവത്തിന് വസ്ത്രം നൽകുകയോ? എനിക്കെന്തുകൊണ്ട് നീ എന്നെ ഞാൻ രോഗിയായപ്പോൾ സന്ദർശിച്ചില്ല? ദൈവത്തെ സന്ദർശിക്കുകയോ? ആ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, എൻ്റെ നാട്ടിൽ എൻ്റെ അടിയാറുകളായ മനുഷ്യർ ഉണ്ണാനില്ലാത്തവരായിരുന്നു. അവർക്ക് ഉണ്ണാൻ കൊടുത്തിരുന്നെങ്കിൽ അതെനിക്ക് നൽകുന്നതിന് സമാനമായിരുന്നു. കുടിവെള്ളത്തിന് വേണ്ടി ഒരു പക്ഷേ കിലോമീറ്ററുകൾ താണ്ടുന്നവരായിരുന്നു. അവർക്ക് കുടിവെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ എനിക്ക് കുടിവെള്ളം തന്നതിന് സമാനമാകുമായിരുന്നു. എൻ്റെ രോഗിയുടെ അടുത്ത് നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ ഘട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, ആ രോഗിയെ സന്ദർശിക്കുന്ന നേരത്തെ ഞാൻ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത്, ജനസേവനം എന്ന് പറയുന്നത്, ദൈവാരാധനയാണ് എന്ന് പറയുന്നത് ആപ്തവാക്യം മാത്രമല്ല, ആ സേവനത്തിന്റെയും അതുപോലെ തന്നെ പോരാട്ടത്തിന്റെയും ഒരു പുതിയ അധ്യായം തുന്നിച്ചേർക്കുവാൻ സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കഴിയണം. അതല്ലേ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത്? ഇസ്ലാമിക ദർശനത്തിന്റെ പിൻബലത്തിൽ രൂപം കൊണ്ട യൂത്ത് ഇന്ത്യ ആയാലും സോളിഡാരിറ്റി ആയാലും ഞാൻ പറയുന്നു, ഇസ്ലാം ആചാരാനുഷ്ഠാനങ്ങളുടെ ബാണ്ഡക്കെട്ട് മാത്രമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചുവെങ്കിൽ ആ ബാണ്ഡക്കെട്ട് നിങ്ങൾ പുറത്തെറിയേണ്ടതാണ്. ഞാൻ പറയുന്നു അതല്ല, ഇസ്ലാം ആചാരാനുഷ്ഠാനങ്ങളുടെ ബാണ്ഡക്കെട്ട് മാത്രമല്ല, ഇസ്ലാം വിപ്ലവമാണ്, ഇസ്ലാം വിമോചനമാണ്, ഇസ്ലാം ദർശനമാണ്, ഇസ്ലാം ഐഡിയോളജിയാണ്. ഇസ്ലാം പ്രവാചകന്മാർ എന്ന് പറയുന്നത് ഫത്വ കൊടുക്കുന്ന പുരോഹിതന്മാരാണ് എന്ന് നിങ്ങൾ ധരിച്ചുവെങ്കിൽ നിങ്ങൾ തിരുത്തണം. പ്രവാചകന്മാർ വിപ്ലവകാരികളാണ്. ഫറോവ രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് അടിച്ചമർത്തപ്പെട്ട ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി അതിശക്തമായി ശബ്ദമുയർത്തിയ മൂസാ പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് പുരോഹിതന്മാരുടെ ധാരയിൽ അണിനിരക്കുവാൻ കഴിയുന്നത്? അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഊറെന്ന പട്ടണത്തിൽ വിഗ്രഹങ്ങൾക്ക് മധ്യേ അധീശത്വം വാണ്ടുകൊണ്ടിരുന്ന നമ്രൂദ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ മുമ്പിൽ കടന്നു ചെന്ന ഏകദൈവ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും സംസാരിച്ച ഇബ്രാഹിം പ്രവാചകന്റെ അനുചരന്മാർക്ക് എങ്ങനെയാണ് മതത്തെ പൗരോഹിത്യത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുക്കാൻ കഴിയുക? സാമ്പത്തിക രംഗത്ത് കൃത്രിമം കാണിച്ച് ആളുകളെ പകൽ കൊള്ള നടത്തിയിരുന്ന സമ്പൽ കൊള്ള നടത്തിയിരുന്ന ഒരു ജനവിഭാഗത്തോട് നിങ്ങൾ അടത്തത്തിൽ
എണ്ണത്തിനും തൂക്കത്തിനും കുറവ് വരുത്തുന്നത് അധർമ്മമാണെന്ന് പഠിപ്പിച്ച ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ അനുചരന്മാർക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ മതത്തെ അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പരിമിതപ്പെടുത്താൻ കഴിയുക? മതം എന്ന് പറയുന്ന പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി നിന്ന ഒരു ഐഡിയോളജി എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് ഇസ്ലാം ലോകത്ത് വികസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇസ്ലാമിന്റെ വിശാലമായ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഒരു പുതിയ പോരാട്ടത്തിന്റെ വൃത്തം രചിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതാണ്. ഇന്ന് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. കമ്മ്യൂണിസത്തിന്റെ, ക്യാപിറ്റലിസത്തിന്റെ പരാജയത്തിന്റെ ഭൂമിയിൽ നിന്ന് നവജനാധിപത്യ ക്രമം ഇന്ന് ലോകത്ത് പറന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക് ഐഡിയോളജിയുടെ വീട്ടുമുറ്റത്താൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കൽ നിഷേധിക്കുക സാധ്യമല്ല. മുല്ലപ്പൂ വിപ്ലവത്തിന്റെ സുഗന്ധം ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു. വിപ്ലവം ലോകത്ത് മുമ്പ് നടന്നിട്ടുണ്ട്. ആ വിപ്ലവത്തിന് ജനലക്ഷങ്ങൾ കുരുതി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓരോ വിപ്ലവത്തെ പറയുന്നില്ല. ഫ്രഞ്ച് വിപ്ലവം തൊട്ട് രാജ്യത്ത് നടന്ന ഓരോ വിപ്ലവത്തിന്റെയും ഘട്ടത്തിൽ ആ വിപ്ലവാനന്തരമുള്ള വിപ്ലവത്തിന്റെ ആഹ്ലാദ തിമിർപ്പിൽ നിങ്ങൾക്ക് ആക്രോശങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികളുടെ നിലവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൃദ്ധന്മാരുടെ കരച്ചിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. രക്തത്തിന്റെയും അതുപോലെ തന്നെ പച്ച മാംസത്തിന്റെയും ദുർഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, സിറിയ മാറ്റി നിർത്താം. സിറിയക്ക് പിന്നിലുള്ള രാഷ്ട്രീയം വേർപെടുക്കണം. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലോകത്ത് നടന്ന മനുഷ്യന്റെ പച്ചമാംസം പിച്ചിച്ചീന്തിയ, രക്തം ചാലിട്ടൊഴുകിയ, മനുഷ്യ കബന്ധങ്ങൾ കുന്നുകൂട്ടിയിട്ട തലയോട്ടിക്ക് മുകളിൽ മാത്രം കെട്ടിപ്പടുക്കപ്പെട്ട ആധുനിക നാഗരികതകളിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് സഹവർത്തിത്വത്തിന്റെ പുതിയ അധ്യായം രചിച്ചുകൊണ്ട് മുല്ലപ്പൂവിന്റെ സുഗന്ധം പരത്തിക്കൊണ്ട് ലോകത്ത് പുതിയ ജനാധിപത്യ ക്രമത്തിന് തുടക്കം കുറിക്കുവാൻ ഇസ്ലാമിക് ഐഡിയോളജിക്ക് സാധിച്ചിരിക്കുന്നു എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സ്തംഭിച്ചത് ലോകമാണ്. ഇവിടെ സ്തംഭിച്ചത് അമേരിക്കയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക. 5-6 പതിറ്റാണ്ട് കാലം സ്വേച്ഛാധിപത്യത്തിന്റെ പിൻബലത്തിൽ അധികാരമാണ് സ്വേച്ഛാധിപതികളെ പൂ പോലെ പറിച്ചറിയുവാൻ എങ്ങനെയാണ് ഈ നവജനാധിപത്യ ക്രമത്തിന് തുടക്കം കുറിക്കുവാൻ ആധുനിക കാലഘട്ടത്തിലെ ഇസ്ലാമിക ദർശനത്തിന്റെ പിൻബലത്തിൽ പുതിയ മാറ്റത്തിന്റെ പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തവർക്ക് കഴിഞ്ഞത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. 20-ാം നൂറ്റാണ്ടിലാണ് ഖിലാഫത്തിന്റെ തകർച്ച. നിങ്ങൾ മറന്നോ? അവിടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. നിങ്ങൾ വിസ്മരിച്ചു പോയോ? ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തെയാണ് ഗാന്ധിജി പിന്തുണച്ചത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ചരിത്രം മറന്നു പോവുകയാണോ? ഞാൻ പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ 1921 ഇസ്ലാമിക ഖിലാഫത്തിന്റെ അവസാനത്തെ അവശേഷിക്കുന്ന അടയാളവും അങ്ങ് തുർക്കിയിൽ നിന്ന് എടുത്തു മാറ്റിയെറിഞ്ഞ അതിന്റെ പേരിൽ ആനന്ദ നൃത്തം ചവിട്ടി തുനീഷ്യയും തുർക്കിസ്ഥാനെയും ഒക്കെ യഥാർത്ഥത്തിൽ ഭൗതികതയുടെയും അൾട്രാ സെക്യുലറിസത്തിന്റെയും മൈതാനത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി നഗ്നതയുടെയും അതുപോലെ തന്നെ വസ്ത്രവും എല്ലാ അർത്ഥത്തിലും പടിഞ്ഞാറിന്റെ തുണിയിരിഞ്ഞ ഒരു സംസ്കാരത്തെ വളർത്തിയെടുത്തതിന് ശേഷം ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടില്ല സുഹൃത്തുക്കളെ. ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടില്ല. 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക ഖിലാഫത്തിന്റെ അവസാനത്തെ അവശേഷിക്കുന്ന കുടിയടയാളവും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആനന്ദ നൃത്തം ചവിട്ടിയവർ ഇന്ന് തുർക്കിയിലില്ല, ഇന്ന് തുനീഷ്യയിലില്ല. ആ തുർക്കിയിൽ നിന്ന് ഒരു പുതിയ നവജനാധിപത്യ ക്രമം വന്നിരിക്കുന്നു. ആ ജനാധിപത്യ ക്രമത്തിനകത്ത് പർദ്ദയിടുന്നത് രാജ്യദ്രോഹമായി മാറിയ കാലം നിങ്ങൾ മറന്നോ? ആ തുർക്കിയിൽ നിന്ന് പർദ്ദയിടുന്ന പെൺകുടിമാരെ നിങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ആ തുനീഷ്യ ആധുനികതയുടെ പർദീസയെ തുനീഷ്യയിൽ നിന്ന് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസിൽ രാജ്യദ്രോഹമായിരുന്നു മഫ്ത ധരിക്കുന്നത്. അതിന്റെ പേരിൽ പാർലമെന്റിലെ MP-യെ രാജ്യത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതേ പാർലമെന്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ, അതേ ഫ്രാൻസിന്റെ സർക്കോസിയുടെ സാന്നിധ്യത്തിൽ മഫ്തയണിഞ്ഞ് തവക്കുൽ കർമാൻ എന്ന് പറയുന്ന നൊബേൽ പ്രൈസ് ജേതാവ് ലോകത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചത് ചരിത്രത്തിന്റെ തിരുത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം ലോകത്തെ തിരുത്തുകയാണ്, സാമ്രാജ്യത്വത്തെ തിരുത്തുകയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന് പോലും റോംനിയോട് മത്സരിക്കുമ്പോൾ സമാധാനത്തെ കുറിച്ച് പറയുന്നത്, യുദ്ധത്തെ കുറിച്ചുള്ള സംസാരം കുറക്കുന്നത്, ഇറാനെ വെറുതെ വിടുന്നതിന് അല്ലെങ്കിൽ ഇറാന് നേരെ മേൽക്കിട്ട് കയറാൻ മടിക്കുന്നത്, ഇസ്രായേൽ പോലും ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഗസ ആഹ്ലാദ തിമിർപ്പിലേക്ക് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ മാറ്റം നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ മാറ്റത്തിന്റെ പരിണിതിയെ പ്രവചിക്കുവാൻ ഞാനാണല്ല. കാരണം അതിലും ഇടപെടലുകൾ ഉണ്ടായേക്കാം. അത്തരം ലോകത്ത് വലിയ മാറ്റങ്ങൾക്ക്, സമാധാനപരമായ പരിവർത്തനത്തിന് യഥാർത്ഥത്തിൽ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഒരു സമഗ്രമായ ഐഡിയോളജിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോകത്ത് പുതിയ മാറ്റങ്ങൾക്കും മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടുന്ന സമകാലിക ദൗത്യം ഏറ്റെടുക്കേണ്ട എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയുന്നു, പ്രവാസത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ ജീവിത ഉപാധി കണ്ടെത്തുന്നതിനിടയിലും നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒഴിവ് സമയങ്ങളെ ചാനലുകളുടെയും അതുപോലെ തന്നെ നെറ്റ്വർക്കുകളുടെയും മുന്നിൽ മാത്രം അടയിരിക്കുന്നതിന് പകരം തെരുവിലേക്ക് ഇറങ്ങി വെയിലുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ സേവനം ആവശ്യമാണോ? അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. അത് കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണോ? ആ പ്ലാറ്റ്ഫോം
പ്ലാറ്റ്ഫോമാണ് യൂത്ത് ഇന്ത്യയിലൂടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ അല്പം നീണ്ടുപോയ എൻ്റെ ഈ പ്രഭാഷണത്തിൽ നീണ്ടുപോയതിൽ ക്ഷമ ചോദിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്ന് ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Child.